أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك إلا رجالا نوحي إليهم من أهل القرى أفلم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم ولدار الآخرة خير للذين اتقوا وفلا تعقلون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യൂസുഫിലെ 109 ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ആയത്തുകൾ അവസാനം കഥ അവസാനിച്ചതിന് ശേഷം, യൂസുഫ് നബി അലൈഹി ഇസ്ലാമയുടെ കഥ അവസാനിച്ചതിന് ശേഷം അള്ളാഹു പറയുന്നത് പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന വളരെ സുപ്രധാനമായൊരു സംഗതി, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് ഒന്ന് പറയുന്നു, പിന്നെ തൊട്ടുടനെ മക്കയിലെ മുശ്രിക്കുകളെയും ആ മുശ്രിക്കുകൾ എന്ന വഴി അവർ വഴി നമ്മളെയും ഖുർആൻ ഇതുവരെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്യാതെ അതിനെ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരെ കുറിച്ചും അള്ളാഹു പറയുന്നു. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുന്നു, മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു, പിന്നെ പ്രവാചകനോട് പറയുന്നു, പിന്നെ വീണ്ടും മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ അതൊരു ശരിക്ക് അറബി ഭാഷയുടെ സാഹിതീയ ഭംഗിനെ കുറിച്ച് പറയുന്ന ഒരു ശാഖയുണ്ട്, ബലാഗ എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? ബലാഗ. അറബി ഭാഷ കുറച്ചൊക്കെ ഇത്തിരി ഡീപ്പായിട്ട് പഠിച്ച ആളുകൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ബലാഗ എന്ന് പറയാം. അതായത് അറബി ഭാഷയുടെ സാഹിതീയ ഭംഗി, അതിൻ്റെ ആ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, സ്റ്റൈൽ ഓഫ്, നമ്മളിപ്പം മലയാളത്തിൽ ഉപമ, ഉൽപ്രേക്ഷ എന്നൊക്കെ പറയുമല്ലോ ഈ കവിതേനൊക്കെ വിശദീകരിക്കുമ്പോൾ. ആ ബലാഗയിൽ അതിനെക്കുറിച്ച് പറയാം ഇൽത്തിഫാത്ത് എന്ന് പറയാം. ഇൽത്തിഫാത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയും ട്രാൻസിഷൻ. അതായത് നമ്മൾ ഒരാളെ അഭിസംബോധന ചെയ്തിട്ട് വേറൊരാളെ കുറിച്ച് പറയാം. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ഒരു കുട്ടി, നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടീനോട് നമുക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. പക്ഷേ ആ ദേഷ്യം തോന്നിയ കുട്ടിയോട് അവൻ്റെ ഏതോ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അവളുടെ ഏതോ ഒരു സ്വഭാവത്തിൽ എന്തോ ഒരു സംഗതി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് മറ്റൊരു കുട്ടിയെ അഭിസംബോധന ചെയ്തിട്ട് പറയും, അല്ലെ? അവൻ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു. ഈ പറയുന്ന ആൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് ഒരു മകനോട് ഒരു മകളോട്, പക്ഷെ ആ മകനോട് പറയുമ്പോൾ തന്നെ നമ്മൾ മറ്റേ ആളെ കുറിച്ച് സൂചിപ്പിക്കും. ഇത് അതായത് അപ്പം ആ പറയുന്ന ആൾക്കും അത് കേൾക്കുന്ന മറ്റേ ആൾക്കും, രണ്ടാൾക്കും മനസ്സിലാവും ഇതാരെ കുറിച്ചാണ് പറയുന്നത് എന്ന്. മാത്രമല്ല വേറൊരു സംഗതിയും കൂടെ മനസ്സിലാവും, വാപ്പ അല്ലെങ്കിൽ ഉമ്മ എന്നെക്കുറിച്ച് വളരെ അപ്സെറ്റാണ്, അല്ലെ? എന്നെക്കുറിച്ച് വല്ലാതെ ഒരു ദേഷ്യത്തിലാണ്, എന്തോ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്തോന്നല്ല, അത് തന്നെ അവർക്ക് അറിയാം എന്താണ് ഇഷ്ടപ്പെടാത്തതെന്നുള്ളത്. ഞാൻ എൻ്റെ ഇന്ന പ്രവൃത്തി, എൻ്റെ ഇന്ന വാക്ക്, എൻ്റെ സ്വഭാവത്തിലെ ഇന്ന ആസ്പെക്റ്റ് ആ വാപ്പാക്കോ ഉമ്മാക്കോ ഇഷ്ടമായിട്ടില്ല എന്ന് പറയുന്ന ഒരു ശൈലിയാണ് ഇവിടെ അള്ളാഹു ഉപയോഗിച്ചുള്ളൂ. ഇപ്പൊ നോക്കൂ, ഞാനതാ പറഞ്ഞത്, പഴയ പാഠം നമ്മളിപ്പോൾ വമാ തസ് അലുഹും, അതെ നോക്കൂ, വമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബി മുഅ്മിനീൻ, താങ്കൾ എത്ര ആഗ്രഹിച്ചാലും അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. അഭിസംബോധന ചെയ്യുന്ന ആരെയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷെ പറയുന്ന ആരെ കുറിച്ചാ? വമാ അക്സറുൻ നാസ്, അധിക ജനങ്ങൾ, മുശ്രിക്കുകളെ കുറിച്ചാണ്. വമാ തസ് അലുഹും അലൈഹി മിൻ അജ്ർ, താങ്കൾ അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഇൻഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് സകല ജനങ്ങൾക്കുമുള്ള ഉത്ബോധനമാണ്. നബിനോടാണ് പറയുന്നത്, താങ്കൾ അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നു. പിന്നെ വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർദ് യമുറൂന അലൈഹ വഹും അൻഹാ മുഅ്രിദൂൻ, എത്രയെത്ര അള്ളാഹുവിൻ്റെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങൾ ഈ ആകാശത്ത് ഭൂമിയിൽ, അതിലൂടെയൊക്കെ അവർ കടന്നു പോകുന്നു, അവരതിനൊക്കെ അവഗണിക്കുന്നു. പറയുന്ന ആരോടാ? റസൂലിനോട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? മുശ്രിക്കുകളെ കുറിച്ച്, മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച്.
ഒമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. അധിക ആളുകളും വിശ്വസിക്കുന്നില്ല, അവർ മുശ്രിക്കുകളായിക്കൊണ്ടല്ലത്. മക്ക മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തും അത് വളരെ റെലവൻ്റ് ആണ്. പല ആളുകളെ കുറിച്ച് അത് റെലവൻ്റ് ആണ്. മനസ്സിലായോ? അഫ അമിനു അൻ തഅതിയഹും ഗാഷിയത്തുൻ മിൻ അദാബില്ല ഔ തഅതിയഹുമുസ് സഅതു ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. അവർക്ക് പെട്ടെന്ന് വല്ല ശിക്ഷയോ അവരെ മുഴുവൻ ആവരണം ചെയ്യുന്ന ഒരു അപകടമോ അതൊക്കെ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് കുൽ, നബിയെ താങ്കൾ പറയണം, ഹാദിഹി സബീലി. അതിനെക്കുറിച്ച് നമ്മൾ 2 ക്ലാസ് എടുത്തു അല്ലെ, 2 മണിക്കൂർ നമ്മൾ അതിനെക്കുറിച്ച് ചെലവഴിച്ചു. ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ, ഞാൻ വളരെ ഉൾക്കാഴ്ചയോടുകൂടി അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. വമനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റിയവരും, വസുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. ഇതൊക്കെ പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്ത് പറയുന്നു. പക്ഷേ മക്ക മുശ്രിക്കുകളെ കുറിച്ച്, പൊതുജനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന, ഇത് വായിക്കുന്ന, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനിരിക്കുന്ന ജനങ്ങളെ കുറിച്ച് പറയുന്നു. ഇതിനാണ് അറബിയിൽ എന്ത് പറയാം? ഇൽത്തിഫാത്ത്. അറബി ഭാഷയിൽ ഈ ഇപ്പം ചില ആളുകൾ ഈ ഹുത്തുബ നടത്തുമ്പോൾ അങ്ങനെ പറയും അല്ലെ, അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ അങ്ങനെ പറയും. ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ തന്നെ ഞാൻ തന്നെ പറഞ്ഞു ചില ആളുകൾ എന്ന് പറഞ്ഞിട്ട് പറയും അല്ലെ. അതിന്റെ ഉദ്ദേശം എന്താ? നമുക്ക് ഈ ഈ നേരിട്ട് പറയാനുള്ള മടി, അത് അങ്ങനെ അങ്ങനെ ശരിക്കും കുത്തുബയിലൊന്നും അങ്ങനെ പറയരുതെന്നാ പറയാം. നമ്മളെന്ന് പറഞ്ഞാലാണ് പലപ്പോഴും അതിനൊരു ഇഫക്റ്റ് ഉണ്ടാവുക അല്ലെ. പക്ഷെ അള്ളാഹു അത് ഉപയോഗിക്കുമ്പോൾ അത് കുറുക്കി കൊള്ളേണ്ടടുത്ത് കൊള്ളും എന്നുള്ളതാണ് ഈ ബലാഗയുടെ പ്രത്യേകത കേട്ടാ. ഈ അറബി ഭാഷയിൽ ഒരു 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 പഴഞ്ചൊല്ലുണ്ട്, ഇയാക്ക യാനി വസ്മഇയ ജാറ. ഒരു 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 പഴഞ്ചൊല്ല, ഒരു നാടൻ ചൊല്ലെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സംഗതി. അതായത് പണ്ട് കാലത്ത് ഈ വീടുകൾ എങ്ങനെയാണ്? വളരെ അടുത്തടുത്ത വീടുകൾ ഉണ്ടാവുക അല്ലെ. വീടുകൾക്ക് വലിയ ചുറ്റുമതിലോ അല്ലെങ്കിൽ ഒരു പ്രൈവസി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ പറയുന്ന സംഗതി അടുത്തുള്ള ആൾ കേൾക്കും. അപ്പോൾ ഒരു ഒരു ഗ്രാമീണനായിട്ടുള്ള ഒരു അറബി സ്വന്തം ഭാര്യയോട് പറയുന്ന ഒരു വാക്കാണ് ഇയാക്കി യാനി, ഞാൻ നിന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വസ്മഇ യാ ജാറ, പക്ഷെ അയൽക്കാരിയായിട്ടുള്ള അവളോട് പറയണേ വസ്മഇ, നീയും കേട്ടോ. മനസ്സിലായോ? അപ്പോൾ ഇയാക്കി യാനി വസ്മഇ യാ ജാറ, ഇതൊരു ഈ ഇൽത്തിഫാത്തിന്റെ ഒരു ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോടാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത് മറ്റുള്ളവർ കൂടി കേൾക്കാൻ കണക്കാക്കി പറയുന്ന ആ ഒരു ശൈലിക്കാണ് അറബിയിൽ എന്ത് പറയാ? ഇൽത്തിഫാത്ത് കേട്ടോ, ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഈ വാചകങ്ങളൊക്കെ, നേരത്തെ കഴിഞ്ഞു പോയ വാചകങ്ങളൊക്കെ ആ ഒരു അർത്ഥത്തിലാണ്, ഒരു തേർഡ് പേഴ്സന്റെ ഭാഷയിലാണ് ഖുർആൻ അത്തരം ആളുകളെ അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ശരിക്കും ഇത് പറയുന്നത് ആരോടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരാം. ഒമാ അർസൽന മിൻ ഖബ്ലിക. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയുന്നു, ഒമാ അർസൽന മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടില്ല. അർസൽന, ഒമാ അർസൽന, നാം അയച്ചിട്ടില്ല, മിൻ ഖബ്ലിക, താങ്കൾക്ക് മുമ്പ്, ഇല്ലാ റിജാലൻ, ചില മനുഷ്യരെ അല്ലാതെ. റിജാലിന് ആണുങ്ങൾ എന്ന അർത്ഥമുണ്ട് കേട്ടോ, അത് ഞാൻ വിശദീകരിക്കുമ്പോൾ പറയാം ഒന്നുകൂടി. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന്മാര്, നിങ്ങളിൽപ്പെട്ട ആളുകളല്ലാതെ അള്ളാഹു അയച്ചിട്ടില്ല. നൂഹി ഇലൈഹിം, നാം അവരിലേക്ക് എന്തു ചെയ്യുന്നു? ദിവ്യബോധനം നൽകുന്നു, വഹി കൊടുക്കുന്നു. നാം വഹി കൊടുക്കുന്ന നിങ്ങളിൽപ്പെട്ട മിൻ അഹ്ലിൽ ഖുറ. ഖുറ എന്ന് പറയുന്നത് ശരിക്ക് ഖറിയത്തിന്റെ ജമ്മാണ്. ഖറിയത്ത് എന്ന് മോഡേൺ അറബിക്കിൽ അതിന്റെ അർത്ഥം വില്ലേജ് എന്നാണ്, ഗ്രാമം. പക്ഷെ അഹ്ലുൽ ഖുറ എന്ന് അള്ളാഹു ഖുർആനിൽ പലപ്പോഴും ഖറിയത്തും മദീനത്തും രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വലിയ നാടുകൾ എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, അത് ഞാൻ വിശദീകരിക്കുമ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാടുകളിൽ നിന്ന് തന്നെ നിങ്ങളിൽപ്പെട്ട മനുഷ്യര്, നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ആളുകളെ അല്ലാതെ നാം എന്ത് ചെയ്തിട്ടില്ല? പ്രവാചകന്മാരായിട്ട് അയച്ചിട്ടില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്ന അടുത്ത വാചകം, അഫലം യസീറു ഫിൽ അർദ്, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? ഫയന്ദുറു, എന്നിട്ട് അവർ നോക്കുന്നില്ലേ? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവർക്ക് കഴിഞ്ഞു പോയ പരിണതികളെ കുറിച്ച്. ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അനന്തരഫലം, വലിയൊരു വാക്കാണ് ആഖിബത്ത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുക. ആ ആഖിബത്ത് എന്ന പദം ശരിക്കും വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പദമാണ് കേട്ടോ. ആഖിബത്ത് നമുക്ക് വിശദീകരിക്കാം. ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെ പരിണതി എങ്ങനെയായിരുന്നുവെന്ന്, എന്തായിരുന്നുവെന്നല്ല,
കൈഫക്കാന, മാക്കാന എന്നല്ല പറയുന്നത്, മറിച്ച് കൈഫക്കാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കൈഫ, മാ ഉപയോഗിക്കാതെ കൈഫ എന്തുകൊണ്ട് ഉപയോഗിച്ചു, എങ്ങനെ അവരുടെ പരിണതി അങ്ങനെ ആയിത്തീർന്നു എന്നത് അവർ നോക്കുന്നില്ലേ. വലദാറുൽ ആഖിറത്തി, തീർച്ചയായും പരലോകമാണ്, ഖൈറുല്ലില്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പരലോകമാണ്. അഫലാ തഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ. അക്കല്, അതും നമ്മൾ ധാരാളം മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് അക്കല്. ഓക്കെ, അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു നേരിട്ടുള്ള വാക്കർത്ഥം. അപ്പൊ ഇവിടെ ശരിക്ക് ഇവിടെ ഒരു കാര്യം എൻ്റെ ഇടയ്ക്ക് പറയാനുള്ളത്, ഈ ഈ ആയത്തിന് മറ്റൊരു രൂപത്തിൽ റീഡിങ് അല്ല, അങ്ങനെ ഉണ്ടല്ലോ, ഖുർആനിലെ ഖിറാഅത്ത് 7 രൂപത്തിലുണ്ട്, എല്ലാവർക്കും അറിയാലോ, മിക്കവാറും ആളുകൾക്ക് അത് അറിയാം അല്ലെ. അങ്ങനത്തെ ഒരു റീഡിങ്, ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ യൂഹാ ഇലൈഹിം എന്ന ഒരു റീഡിംഗ് ഉണ്ട് കേട്ടാ. അപ്പൊ നമ്മളിനി എപ്പോഴെങ്കിലും സൂറത്ത് യൂസുഫ് മറ്റാരെങ്കിലും ഓതി കേൾക്കുമ്പോൾ നൂഹ ഇലൈഹിം എന്നാണല്ലോ, അവിടെ യൂഹ ഇലൈഹിം എന്നല്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനത്തെ ഒരു റീഡിംഗ് ഉണ്ട്, മീനിങ് സെയിം ആണ്, ചെറിയ വ്യത്യാസമുള്ളൂ. അതുപോലെ തന്നെ അതേ റീഡിങ്ങിൽ തന്നെയാണ് അഫലാ തഅഖിലൂൻ എന്നുള്ളിടത്ത് അഫലാ യഅഖിലൂൻ എന്നും റീഡിംഗ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ ഹഫ്സ് അൻ നാസിം ആ റീഡിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതനുസരിച്ചിട്ടാണ് ഈ മുസഫിൽ വന്നിട്ടുള്ളത് നൂഹി ഇലൈഹിം എന്നുള്ളത്. ഓക്കെ, അത് ഞാനൊരു ശരിക്ക് ഇടയ്ക്കുള്ള ഒരു ഇത്റാലി ആയിട്ട് പറഞ്ഞെന്നുള്ളൂ, ഒരു ഇന്റർസെക്ഷൻ ആയിട്ടുള്ള ഒരു ജുംല എന്നുള്ള പറഞ്ഞെന്നുള്ളൂ. പക്ഷെ അതുകൂടി നമ്മൾ ഇതിന്റെ ഇടയിൽ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ട്രാൻസിഷൻ, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ പറയുന്നത്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആളുകൾക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന വിശുദ്ധ ഖുർആൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദൂതൻ, അതാണല്ലോ ഒമാ അർസൽനാ മിൻ ഖബ്ലിക എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ആയത്ത് തുടങ്ങുന്നത്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട, അല്ലെങ്കിൽ മിൻ അഹ്ലിൽ ഖുറ, നിങ്ങളുടെ ഗ്രാമത്തിൽപ്പെട്ട, നിങ്ങളുടെ പിന്നെ നാടുകളിൽപ്പെട്ട ആളുകളുടെ അതേ മനുഷ്യർ, അതായത് ഒരു പീപ്പിൾസ് പേഴ്സൺ ആണ് എന്നർത്ഥം. ഒരു മലക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഒരു എലീറ്റ് വർഗമോ ഒരു ജിന്നോ ഒന്നുമല്ല, മറിച്ച് ഈ ദൈവദൂതൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽപ്പെട്ട, നിങ്ങൾക്ക് പരിചയമുള്ള, നമ്മൾ പറയാറില്ല നാട്ടുകാരനാണ്, നമ്മുടെ നാട്ടുകാരനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമുക്ക് വളരെ പരിചയമുള്ള ഒരാളെന്ന് അർത്ഥം, അത്രത്തോളം നമ്മൾ ക്ലോസ് ആണ് എന്നർത്ഥം. അല്ലാതെ നമുക്കൊരു അപരിചിതനോ ഒരു വിദേശിയോ ഒരു പരദേശിയോ ഒന്നും അല്ല എന്നർത്ഥം. അപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഈ ഒരു ട്രാൻസിഷനിലൂടെ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഒരു പിന്നെ എന്താ പറയുക, ആ ഒരു പിന്നെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. അതായത് താങ്കൾ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രവാചകനല്ല, മനസ്സിലായോ. ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ഒരു പ്രവാചകനല്ല ഇത്. ഇതിനു മുമ്പ് ധാരാളം പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, ദൈവദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവര് പിന്നെ ഇതേ വാചകം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ. ഇവിടെ ഈ ആയത്തിനെ കുറിച്ച് ചില പണ്ഡിതന്മാർ അല്ലെങ്കിൽ ചില ആളുകൾ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ത്, ആണുങ്ങളാണ് പ്രവാചകന്മാരായിട്ട് വരുള്ളൂ അല്ലെ എന്ന്. ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ, റിജാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിജാലൻ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം, പുരുഷന്മാര്. അപ്പൊ ഇത് വാസ്തവത്തിൽ അള്ളാഹു ആ പോയിന്റ് അല്ല ഇവിടെ സ്ഥാപിക്കുന്നത്. അതൊരു ഡിസ്കഷൻ ഉണ്ട്, വേറൊരു ഡിസ്കഷനാണ്. അതെന്ത്, പ്രവാചകന്മാരായിട്ട് എന്തുകൊണ്ട് സ്ത്രീകൾ വന്നില്ല എന്നുള്ളത് വേറൊരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷനിലേക്ക് ഈ ആയത്തിനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകരുത്. കാരണം എന്താ, ആ പോയിന്റ് സ്ഥാപിക്കാനല്ല അള്ളാഹു ഇവിടെ റിജാൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളത് ശരിക്കും ഓർത്തിരിക്കണം കേട്ടാ. അപ്പൊ അത്തരമൊരു ഡിസ്കഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നീട് നടത്താം. പക്ഷെ ഇവിടുത്തെ പോയിന്റ് അതല്ല. ഇവിടെ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രവാചകൻ വരുന്നത് നിങ്ങൾക്ക് അപരിചിതനായിട്ടുള്ള ഒരാളായിട്ടല്ല. ഇതിനു മുമ്പ് ഇതേപോലത്തെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ ഇതേ സംഗതി ഊന്നി പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇവിടെ നോക്കൂ, രണ്ട് പ്രധാനപ്പെട്ട സംഗതികളാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ഈ ഒരു പോയിന്റിൽ ഊന്നി പറയുന്നത്. ഒന്ന്, അൽ ഖുറ, അഹ്ലുൽ ഖുറ. ഖുറ എന്ന് പറയുന്നത് ഖറിയത്തിന്റെ ജമ്മാണ്, മനസ്സിലായോ. അപ്പോ ഖറിയത്ത് എന്നുള്ളത് ഈ ഖുർആനില്
വലിയ സിറ്റികൾക്ക് പറയാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗ്രാമം ഗ്രാമം എന്നാണ് ശരിക്കും അതിന്റെ വാക്കർത്ഥം. പക്ഷെ ഖുർആനിൽ അത് വലിയ സിറ്റിക്ക് പറയും. ഉദാഹരണത്തിന് ഈ സൂറത്തിൽ തന്നെ നോക്കൂ, സൂറത്ത് യൂസുഫിൽ തന്നെ ഈ യൂസുഫിന്റെ ബ്രദേഴ്സ് രണ്ടാമത് ബിന്യാമീനെ നഷ്ടപ്പെട്ടപ്പോ അവര് പോയിട്ട് വാപ്പാനോട് പറയുന്നത് എന്താ? വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്ന ഫീഹ എന്ന് പറയുന്നില്ല ഒരു ഭാഗത്ത്, ഓർക്കുന്നുണ്ടല്ലോ? അത് വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്ന ഫീഹ, ഞങ്ങൾ ഉണ്ടായിരുന്ന ആ ടൗണിൽ, ആ നാട്ടിലെ ആളുകളോട് ചോദിച്ചു നോക്കൂ. ഈജിപ്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ശരിക്കും ഈജിപ്റ്റ് അന്നൊരു ഗ്രാമമാണോ? അന്ന് ഈജിപ്റ്റ് ഒരു ഗ്രാമപ്രദേശമാണോ? ഒരിക്കലുമല്ല. അന്ന് ഈജിപ്റ്റ് ശരിക്കും ലോകത്തിന്റെ ഒരു സിവിലൈസേഷണൽ ക്യാപിറ്റലാണ്, ഒരു കൾച്ചറൽ ക്യാപിറ്റലാണ്. ഫറോവമാരുടെ കാലത്ത് ഈജിപ്റ്റ് നമ്മൾ ഏറ്റവും പുരാതനമായ നാഗരികതകളെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെ, ഏൻഷ്യൻ സിവിലൈസേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുള്ള സ്ഥലമാണ് ഈജിപ്റ്റ്. അപ്പോൾ ആ ഖുറ എന്ന് പറയുന്നത് അവിടെ, അല്ലെങ്കിൽ ആ കറിയത്ത് എന്ന് അവിടെ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഈജിപ്തിനെ കുറിച്ചാണ്. വസ്അലിൽ ഖറിയത്തല്ലത്തി കുന്ന ഫീഹ എന്ന് പറയുന്നത്. അപ്പോൾ ഈജിപ്തിനെ റെഫർ ചെയ്യാൻ വേണ്ടി കറിയത്ത് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്തല്ല? കറിയത്ത് എന്നുള്ളത് വില്ലേജ് എന്നുള്ള അർത്ഥത്തിൽ മാത്രം. ഇന്നത്തെ മോഡേൺ അറബിക്കിലാണ് കറിയത്തിന് നമ്മൾ എന്ത് പറയാ? വില്ലേജ് എന്ന് പറയാം. അപ്പൊ വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു കിണറ്, കുറച്ച് മരങ്ങള്, പിന്നെ കുറെ പാവപ്പെട്ട മനുഷ്യര്, അങ്ങനെയൊക്കെയുള്ളൊരു അതാണ്. ശരിക്കും നമുക്ക് വേണമെങ്കിൽ കറിയത്തിന് പറയാവുന്ന ഒരു അർത്ഥം ടൗൺഷിപ്പ് എന്നാണ്. ടൗൺഷിപ്പ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ കേട്ടല്ലേ, എല്ലാവിധ മോഡേൺ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉള്ള ടൗണിന്റെ എല്ലാ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പിന്നെ വാഹനങ്ങൾ, അതുപോലെ തന്നെ വെള്ളം, വൈദ്യുതി, ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ടൗൺഷിപ്പിന് നമുക്ക് പറയാവുന്ന ഒരു പേരാണ് കറിയത്ത്. ഖുർആൻ അത് മദീനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതേ സൂറത്തിൽ തന്നെ വക്കാല നിസ്വത്തും ഫിൽ മദീന, അല്ലെ? മദീനയിലെ പട്ടണത്തിലെ സ്ത്രീകൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ആരെങ്കിലും അത് പൂരിപ്പിക്കും. വക്കാല നിസ്വത്തും ഫിൽ മദീനത്തി എന്താ പറഞ്ഞ? ഇമ്രഅത്തുൽ അസീസി തുറാവിദു ഫതാഹ അൻ നഫ്സിഹി ഖദ് ശഗഫഹ ഹുബ്ബ ഇന്നാ ലനറാഹ ഫീ ളലാലിൻ മുബീൻ, അങ്ങനെ പറയുന്നില്ലേ? അപ്പോൾ അവിടെ നിസ്വത്തും ഫിൽ മദീന എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും നമ്മൾ ശരിക്കും ഖുർആന്റെ ഈ മദീനയും ഖറിയത്തും ഉപയോഗിച്ച സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് അതിൻ്റെ അകത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഖറിയത്ത് എന്ന് എവിടെയൊക്കെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ അതിൻ്റെ ഒരു പ്രത്യേക മീനിങ് എന്താന്ന് വെച്ചാൽ, ആ ആളുകൾ ഒരു പ്രത്യേക വിശ്വാസത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആചാരങ്ങളിൽ, ഒരു പ്രത്യേക സമ്പ്രദായങ്ങളിലൊക്കെ യോജിപ്പുള്ള ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫൈഡ് ആളുകളാണ് അവിടെ ഉണ്ടാവുക. മദീന എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡൈവേഴ്സിഫൈഡ് ആളുകൾ ഉണ്ടാവും. മനസ്സിലാവുണ്ടോ? അങ്ങനെയാണ് ഈ സൂറത്തിനെ കുറിച്ചല്ല, മൊത്തത്തിൽ ഖുർആനിൽ ഖറിയത്ത് എന്ന് ഉപയോഗിച്ച എല്ലാ സ്ഥലങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. അതായത് ഇപ്പൊ ചില ഷുഐബ് നബിയുടെ ഒരു ഉദാഹരണം പറയുമ്പോൾ അവിടെ ഖറിയത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ആ ഖറിയത്തിനെ കുറിച്ച് പറയുന്ന അല്ലദീന കദ്ദബു ഷുഐബൻ, അവർ മൊത്തം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിയെ കളവാക്കി. അപ്പൊ ആ കളവാക്കുക എന്ന വിഷയത്തിൽ അവർ യൂണിഫൈഡ് ആണ്. അഫ അമിൻ അഹ്ലുൽ ഖുറ എന്ന് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഈ ഖറിയത്തിലെ ജനങ്ങൾ, അതായത് ഇത്തരം പട്ടണങ്ങളിലെ ജനങ്ങൾ, അവർ നിർഭയരാണോ? നമ്മുടെ ശിക്ഷ അവർക്ക് വന്നെത്തും എന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ ചോദിക്കുന്നത്. അപ്പൊ അവിടെ ആളുകൾ എന്തിനാണ്? അവിശ്വാസത്തിൽ യൂണിഫൈഡ് ആണ്. വേറെ സ്ഥലത്ത് അള്ളാഹു ചോദിക്കുന്നുണ്ട്, വലൗ ആമൻ അഹ്ലുൽ ഖുറ, ജനങ്ങൾ മുഴുവനും, ഇത്തരം പട്ടണങ്ങളിലുള്ള ആളുകൾ മുഴുവൻ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, വത്തഖൗ, അങ്ങനെ അവർ തഖ്വ കാണിക്കുകയും ചെയ്തിരുന്നെങ്കിൽ, ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാ, നാം അവർക്ക് ആകാശത്ത് നിന്നുള്ള ബർക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. അതിൻ്റെ ആ പിന്നെ അനുഗ്രഹങ്ങളുടെ വാതിൽ നാം തുറന്നു കൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ ഖറിയത്ത് എന്ന് എവിടെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെ ഉദ്ദേശിക്കുന്നത് ആ ആളുകൾ ഒന്നുകിൽ അവരുടെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരുടെ അവിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവരുടെ സമ്പ്രദായങ്ങളിൽ, അവരുടെ ആചാരങ്ങളിൽ ഒക്കെ യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു വിഭാഗം ആളുകളുടെ സ്ഥലത്തെ വിശേഷിപ്പിക്കാനാണ് അള്ളാഹു ഖറിയത്ത് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. മദീനത്ത് എന്ന് പറയുമ്പോൾ പലപ്പോഴും അവിടെ എന്തുണ്ട്? ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. ചില ആളുകൾ വിശ്വസിക്കുന്നു, ചിലർ അവിശ്വസിക്കുന്നു. ചില ആളുകൾ അപരിചിതരാണ്, ചിലർ പരിചിതരാണ്. വേറെ ചില ആളുകൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്, ആ തദ്ദേശീയരായിട്ടുള്ള ആളുകളുണ്ട്.
മനസ്സിലാ ഈ മൊത്തം തദ്ദേശീയരായിട്ടുള്ള ആളുകളുള്ള സ്ഥലങ്ങളെ കുറിക്കാനാണ് ഖറിയത്ത്. അവരെല്ലാവരും അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ, സമ്പ്രദായങ്ങളിൽ, കസ്റ്റംസിൽ, ട്രഡീഷൻസിലും ഒക്കെ എന്താണ് യോജിച്ചു വരുന്ന ആളുകളാണ്. അതിനെക്കുറിച്ചാണ് ഖറിയത്ത് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് നമ്മൾ പിന്നെ അങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ എന്തുകൊണ്ട് അത് പ്രാധാന്യമുള്ളതാകുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയാണ്, ഇത്തരം ആളുകളെയാണ് നാം അയച്ചിട്ടുള്ളത്. അതായത് ജനങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിശ്വാസ സമ്പ്രദായങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസ സമ്പ്രദായങ്ങളെ കുറിച്ച് നല്ല പരിചയത്തിലുള്ള, നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന അത്തരം ആളുകളെയാണ് നാം നിശ്ചയിച്ചിട്ടുള്ളത്. നാം അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരം ആളുകൾ, അങ്ങനെ അങ്ങനെ വിശ്വസിക്കാത്തവരൊക്കെ നാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങളുടെ സമ്പ്രദായങ്ങളിൽ നേരത്തെ തന്നെ ജീവിച്ചു വന്ന അവരാണ് പിന്നീട് അള്ളാഹു എന്ത് ചെയ്ത് അവർക്കാണ് വഹി കൊടുത്തിട്ട് അവരെ പ്രവാചകന്മാരാക്കിയിട്ടുള്ളത്. അപ്പൊ അവർ തമ്മിൽ അവർക്കും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അവർക്ക് അള്ളാഹു വഹി കൊടുത്തു. ആ വഹിയിന്റെ അർത്ഥം എന്താ? അതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ്. നിങ്ങളെ യഥാർത്ഥ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചെയ്തതാണ്. എന്നിട്ട് അതിൽ വിശ്വസിക്കാത്ത ആളുകളെയാണ് അള്ളാഹു എന്ത് ചെയ്തത്? നശിപ്പിച്ച് കളഞ്ഞത്. കം തറക്കു, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, ഫറോവയെ കുറിച്ച് പറയുമ്പോൾ, അതുപോലെ നമ്രൂദിനെ കുറിച്ച് പറയുമ്പോൾ, അത്തരം നശിപ്പിക്കപ്പെട്ട ആദ് സമൂദ് ഗോത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അസ്ഹാബുൽ ഐക്കത്ത്, ഷുഐബ് നബിയുടെ സമുദായം, ലൂത്ത് നബിയുടെ സമുദായം, നൂഹ് നബിയുടെ സമുദായം, ഇവരൊക്കെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു 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 പോയിന്റാണ് കം തറക്കു മിൻ ജന്നാത്തിൻ വഅയൂൻ. അവരെത്രയെത്ര തോട്ടങ്ങളും അരുവികളും ഒക്കെയാണ് വിട്ടേച്ചു പോയത്. വസുറൂഇൻ വ മഖാമിൻ കരീം, അതുപോലെ തന്നെ കൃഷിസ്ഥലങ്ങൾ, വ മഖാമിൻ കരീം, പിന്നെ വളരെ മാന്യമായ വാസസ്ഥലങ്ങൾ, വിശാലമായ മാൻഷൻസ്, ബംഗ്ലാവുകൾ, ഇതിലൊക്കെയാണ് അവർ താമസിച്ചിരുന്നത്. വ നഅമത്തിൻ കാനൂ ഫീഹാ ഫാക്കിഹീൻ, അവർ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഇങ്ങനെ ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് ആർത്തുല്ലസിച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷെ ഫമാ ബഖത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, അവരങ്ങോട്ട് പോയപ്പോ ആകാശമോ ഭൂമിയോ ഒന്നും കരഞ്ഞില്ല. ഫമാ ബഖത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് പ്രവാചകന്മാരുടെ സന്ദേശം, ആ സന്ദേശം എത്തിക്കഴിഞ്ഞ ആളുകൾ, അവർ ഇന്ന് അതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരുടെ അവസ്ഥയും ഇത് തന്നെ ആയിരിക്കും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ കാണുമ്പോൾ എന്താ, ലോകത്ത് നിന്ന് നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കാണാൻ കഴിയുന്ന എന്താ? അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും സന്തോഷത്തിലാണ്, അല്ലെ? പെട്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ, പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ചവർ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരെ ചലിച്ചവർ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിധേയമായി ജീവിക്കുന്നവർ, അടിച്ചമർത്തുന്നവര്, അല്ലെ? അവരെ കൊല്ലുന്നവര്. ഇപ്പോ എമ്പുരാൻ വന്നപ്പോ നമ്മൾ കണ്ടല്ലോ, 2002 എന്ന് പോലും പറയാൻ പാടില്ല. 2002 എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. കാരണം എന്താ, 2002 സൂചിപ്പിക്കുന്നത് ഒരു വലിയ കലാപത്തെ കുറിച്ചാണ്. അതുകൊണ്ട് ബിഫോർ എ ഫ്യൂ ഇയേഴ്സ് എന്ന് പറയേണ്ടി വരും. ആ ബജ്റംഗി എന്നുള്ള പേര് പറയാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും പേര് പറയേണ്ടി വരും. കാരണം ആ പേര് പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോ ഇങ്ങനെ സ്വന്തം അധികാരത്തിനും അതുപോലെ തന്നെ വലിയ വലിയ പദവികൾക്കും വേണ്ടി മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയവരൊക്കെ സ്വതന്ത്രമായി വിഹരിക്കുന്നതും വിരാജിക്കുന്നതും നമ്മൾ കാണുന്നു. ഒരുപാട് മനുഷ്യരെ കൂട്ടക്കൊല ചെയ്യുന്ന ആളുകളാണ് എല്ലാ അർത്ഥത്തിലും വിജയ് ശ്രീലാളിതരായിട്ട് ചിരിക്കുന്നത് നമ്മൾ കാണുന്നു. പക്ഷെ അള്ളാഹു പറയാണ്, അത് ഈ പറയുന്ന ആളുകൾക്ക് വലിയ പാഠമാണ്. നിങ്ങൾക്ക് ഈ ഇത്തരം ആളുകളുടെ കഴിഞ്ഞുപോയ സമുദായങ്ങളുടെ ചരിത്രം, അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് എന്നൂറു കൈഫക്കാൻ ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം എന്ന് പറയുന്നിടത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ച ആ ഒരു സന്ദർഭത്തെ, അതിന്റെ പശ്ചാത്തലം മുൻനിർത്തി നമ്മളോട് പറയാണ്, ഇതൊക്കെ കഴിഞ്ഞുപോയ ആളുകളുടെ ആ സമുദായങ്ങളിലൊക്കെ ഇങ്ങനെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ അവർക്ക് പരിചയമുള്ള ആളുകളായിരുന്നു. മിൻ അഹ്ലിൽ ഖുറ, അവരുടെ തന്നെ നാട്ടുകാരും അവർക്ക് ചിരപരിചിതരുമായിട്ടുള്ള, സ്വന്തം ദേശക്കാരായിട്ടുള്ള, നമ്മുടെ നാട്ടുകാർ എന്ന് പറയാവുന്ന തരത്തിലുള്ള ആളുകളായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ടാണ്. എന്നിട്ട് പറയാണ്, ഈ പിന്നെ ഒമാർ സല്ലാമിൻ ഖബലിക റിജാലൻ നൂഹി ഇലൈഹിം, അവർക്ക് നാം പ്രധാനപ്പെട്ട ഒരു മിഷൻ, അല്ലെ? അതാണ് വഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രവാചകന്മാർക്ക് നാം ഒരു സന്ദേശം, ഒരു ജീവിത ദൗത്യം,
അത് നൽകിയിരുന്നു. ആ ദൗത്യത്തിൽ അള്ളാഹു അവരെ പരാജയപ്പെടുത്തില്ല. അപ്പൊ ഇവിടെ നമുക്കൊരു സംശയം വരും, ഈ ആരാണ് ഈ അമ്പിയാക്കളും മുർസലുകളും അല്ലെ, അർസൽന ഇലൈഹിം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ഒരു നബിയും റസൂലും അത് തമ്മിലുള്ള ഒരു വ്യത്യാസം ശരിക്ക് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ, റസൂൽ എന്ന് പറഞ്ഞാൽ മെസ്സഞ്ചർ അല്ല, ദൈവദൂതന്മാർ. നബി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവാചകൻ. അപ്പോൾ എല്ലാ റസൂലും എന്താണ്, നബിയും കൂടിയാണ്. പക്ഷെ എല്ലാ നബിയും എന്തല്ല, റസൂലല്ല. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം റസൂലിനെ ഒരു പ്രത്യേക ദൗത്യവുമായിട്ടാണ് അള്ളാഹു അയക്കുക. ആ ഒരു സമുദായത്തെ, ഒരു സമൂഹത്തെ ഒരു കാലഘട്ടത്തിൽ ആ സമുദായത്തിന് മൊത്തം മാർഗദർശനം ചെയ്യുക എന്ന് പറയുന്ന, അന്ന് നിലവിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള ഒരാളായിട്ടാണ് ആരെ അയക്കുക, റസൂലിനെ അയക്കുക. പക്ഷെ നബി എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തിലേക്ക്, ആ ഒരു ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കും എന്ന ഒരു വ്യത്യാസമുണ്ട്. വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് റസൂലിന് ഒരു പ്രത്യേക ശരീഅത്തും ഉണ്ടാവും, കിതാബും ഉണ്ടാവും. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു മിൻഹാജ്, ഒരു ജീവിതത്തിന്റെ ഒരു മൊത്തം. ഇപ്പൊ നമ്മുടെ ശരീഅത്തല്ല ഈസാ നബിയുടെ ശരീഅത്ത്, മൂസാ നബിയുടെ ശരീഅത്ത് അല്ലെ, അവരുടെ ശരീഅത്ത് തന്നെ വേറെ. ആ ശരീഅത്തിൽ ഒരുപാട് സംഗതികൾ നമ്മളുടെ ഇപ്പോഴത്തെ, ഇപ്പൊ നമ്മുടെ നമസ്കാരം, നോമ്പ്, നമ്മുടെ വിവാഹം, ഇതുപോലെ ഈ നിയമങ്ങളൊന്നും ആ പ്രവാചകന്മാർക്ക് കൊടുത്ത അതേപോലെ ആയിക്കോണമെന്നില്ല. അപ്പൊ അതൊരു വ്യത്യാസത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചാണ്. പക്ഷെ ഇവിടെ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, ഈ ദൂതൻ, അള്ളാഹുവിന്റെ ഈ റസൂൽ നിങ്ങളിലേക്ക് മൊത്തം വന്ന ഒരാളാണ്. അപ്പൊ ഇവിടെ വേറൊരു സംഗതി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, എവിടെയാണ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോ മൂസാ നബീനെ അയച്ചിട്ടുള്ളത് ഈജിപ്റ്റാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നാഗരികതകളുടെ ഒരു ക്യാപിറ്റലായിരുന്നു, ഒരു കൾച്ചറൽ ക്യാപിറ്റലായിരുന്നു, ഒരു സിവിലൈസേഷണൽ ക്യാപിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അത് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് മൂസാ നബി അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ചത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി ബാഗ്ദാദ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം, ഫലസ്തീൻ, ഷാമൊക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു പ്രദേശത്തേക്ക്. മിക്കവാറും പ്രവാചകന്മാരെ അത്തരം ലോകത്തിന്റെ അന്നത്തെ ഒരു സിവിലൈസേഷണൽ ക്യാപിറ്റൽ എന്ന് വിളിക്കാവുന്നത്. അതായത് എപ്പോഴും എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ, ഒരു പ്രദേശത്തിന്റെ ഇക്കോണമി വലുതാകും തോറും ആ രാജ്യത്ത് സിവിലൈസേഷൻ ഉണ്ടാവും, കൾച്ചർ ഉണ്ടാവും, അവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരും, ഇതൊക്കെയാണ്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ച സ്ഥലം നോക്കൂ, മക്ക. മക്കയില് അന്ന് ഒന്നുമില്ല അല്ലെ. അന്നത്തെ നിലവിലുള്ള ഒരു സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റോമൻസ്, പേർഷ്യൻസ്, രണ്ട് വലിയ വൻ ശക്തികൾ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. അവർ വേണമെന്ന് വിചാരിച്ചാൽ മക്കയെ കീഴടക്കാം. പക്ഷെ അവർ മക്കയെ കീഴടക്കാൻ എന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. കാരണം എന്താ, മക്കയിലൊന്നും കീഴടക്കാനില്ല, വെറും മരുഭൂമിയാണ് ഉള്ളത് അല്ലെ. അങ്ങനത്തെ ഒരു മരുഭൂമിയിൽ, അതുകൊണ്ട് തന്നെ മക്കാർക്ക് ഒരു സൈന്യം പോലും ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ആരുടെ അടുത്ത് ഒരു ത്രട്ടുമില്ല. പക്ഷെ അവിടത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചതിന്റെ സുപ്രധാനമായ ഉദ്ദേശം എന്താ, അത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു പ്രദേശമാക്കിയിട്ട് അതിനെ മാറ്റണം. ഇപ്പോ ഉംറക്ക് പോയവർ പറഞ്ഞല്ലോ, അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പോഴത്തെ ഒരു അവസ്ഥയെക്കുറിച്ച്. അങ്ങനെ ലോകത്ത് ഇന്ന് ഒരു പ്രദേശവും ഇല്ല അത്തരമൊരു, എന്ന് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരു പ്രകാശം പരത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു കേന്ദ്രമായിട്ട് മക്ക മാറ്റാൻ അള്ളാഹു ഉദ്ദേശിച്ചു. അത് അള്ളാഹു തെരഞ്ഞെടുത്തത് ഭൂമിയുടെ, ഇന്നത്തെ നമ്മൾ ഭൂഗോളം എടുത്തു നോക്കൂ, ഭൂഗോളത്തിന്റെ ഏകദേശം ഒരു നടുക്കായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്, ഇക്വേറ്ററും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നോക്കൂ. അപ്പൊ അത്തരം ഒരു പ്രദേശത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി തെരഞ്ഞെടുത്ത് ആ പ്രദേശത്തെ കൂടി ലോകത്തിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുത്തത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കതൊരു കുറച്ചാളുകൾക്ക് നമുക്കത് കേന്ദ്രമാവുന്നുള്ളൂ. നമ്മുടെ പലരുടെയും മക്ക വേറെ പല സ്ഥലത്തുമാണ്. ഞാൻ ഉദ്ദേശിച്ചത് മുസ്ലിം ജനസാമാന്യത്തിന്റെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം ഇന്ന് മക്കയായിട്ട് മാറിയിട്ടില്ല. ഒരു ദുരന്തമാണ്. പക്ഷെ എപ്പോഴാണോ അത് മാറുന്നത്, അപ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രവാചക ദൗത്യം പൂർണ്ണമാകുന്ന ഒരു അവസ്ഥ വരുള്ളൂ. എപ്പോഴാണോ നമ്മുടെ കേന്ദ്രം, മൊത്തം കേന്ദ്രം, നമ്മുടെ കലണ്ടർ, നമ്മുടെ സമയം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ സൂചകങ്ങൾ, ഇതൊക്കെ മക്ക കേന്ദ്രീകരിച്ചാകുമ്പോഴാണ് എന്താകുക, ഈ പ്രവാചക ദൗത്യം പൂർണ്ണമാകുള്ളൂ. അതിനാണ് അള്ളാഹു ആ പ്രദേശത്തെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ സംഗതി. അപ്പോൾ മക്ക അന്നത്തെ കാലത്ത് ആ അർത്ഥത്തിൽ ഒരു ഒറ്റപ്പെട്ട, ഒരു പിന്നോക്കം നിൽക്കുന്ന, അന്നത്തെ മറ്റ് നാഗരികതകൾ നോക്കണേ, ഇപ്പൊ ഇന്ത്യൻ സിവിലൈസേഷൻ പോലും അതിനേക്കാളും മികച്ചതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ചൈനീസ്, അതുപോലെ തന്നെ പേർഷ്യൻ, റോമൻസ്,
ഈജിപ്ഷ്യൻസ്, ഇവരൊക്കെ ഉണ്ടായിരിക്കെ തന്നെയാണ് അള്ളാഹു അത് തെരഞ്ഞെടുത്തത്. അപ്പൊ അള്ളാഹുവിന് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ പ്രവാചകൻ മുഖേന ലോകം മുഴുവൻ ഈ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശം പരത്തണം, അതിനെ പ്രസരിപ്പിക്കണം എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമാണ്. അതാണ് പതുക്കെ പതുക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇന്ന് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആ ഒരു അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരു പ്രദേശത്തെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി ആ മക്കയിൽ നിന്നാണ് പിന്നെ അവിടെ നിന്നാണ് ഇസ്ലാമിന്റെ പ്രകാശം ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പ്രസരിപ്പിച്ചു. ഇപ്പൊ ഇന്ന് നോക്കൂ, ഇന്നിപ്പോ നമ്മള് മക്കയിൽ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ ഒരു മുസ്ലിം എത്തുന്നു. ഒരു ഭാഗത്ത് പോലും ഇസ്ലാമിന്റെ പ്രകാശം എത്താത്ത സ്ഥലമില്ല. അതിനെക്കുറിച്ചാണ് ചില ആളുകൾ പറഞ്ഞത് ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് അവിടത്തെയൊക്കെ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, വാളുകൊണ്ട് പ്രചരിച്ച സാമ്രാജ്യത്വ ശക്തികൾ ഇപ്പൊ ഇന്ന് എവിടെയാണ്? അല്ലെങ്കിൽ യുദ്ധം മുഖേന ജയിച്ചടക്കിയ പ്രദേശങ്ങൾ എല്ലാം സ്വതന്ത്രമായി, അല്ലെ? മിക്കവാറും എല്ലാം സ്വതന്ത്രമായി. പക്ഷേ ഇസ്ലാം അങ്ങനെ ചെന്നെത്തിയ സ്ഥലങ്ങളിൽ ഇന്നും ഇസ്ലാം നിലനിൽക്കുന്നു. എന്തുകൊണ്ടാ? അവിടുത്തെ ആളുകൾ ഇസ്ലാമിനെ ഒരു ജീവിത രീതിയായിട്ട് സ്വീകരിച്ചു. അപ്പൊ ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന വാദത്തിനുള്ള മറുപടി, ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി, അത് വളരെ സില്ലി ആയിട്ടാണ് നിങ്ങൾ അതിനെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം വാളുകൊണ്ടാണ് പ്രചരിച്ചതെങ്കിൽ ആ വാളിന്റെ അവസ്ഥ ഇല്ലാതാകുന്നതോടുകൂടി എന്ത് സംഭവിക്കണമായിരുന്നു? ആ ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് തിരിച്ച് വഴി മാറി നടക്കേണ്ടിയിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. മറിച്ച് അവർ ഇസ്ലാം എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്നും ഇസ്ലാമിന്റെ പ്രകാശം നിലനിൽക്കുന്നു. ഇപ്പൊ നോക്കൂ, സോവിയറ്റ് യൂണിയനിൽ 70 വർഷത്തോളം കമ്മ്യൂണിസം ഇസ്ലാമിനെ അടിച്ചമർത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനുവേണ്ടി അതിന്റെ എല്ലാ അടയാളങ്ങളും തൂത്തെറിഞ്ഞു. പക്ഷെ എന്താ സംഭവിച്ചത്? സോവിയറ്റ് യൂണിയൻ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തതോടുകൂടി 90കളിലെ ഗ്ലാസ്നോസ്റ്റ്, പെരിസ്ട്രോയ്ക്ക് ഒക്കെ വന്നതോടുകൂടി എന്താ സംഭവിച്ചത്? അവിടത്തെയൊക്കെ ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ റിജാൽ സാഹിബ് പറഞ്ഞല്ലോ, താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, അവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നുവെന്ന് ഉംറയ്ക്ക്. എന്തുകൊണ്ടാ? ആ ഇതൊക്കെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണ്, പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളാണ്. പക്ഷെ അവിടെയൊക്കെ ഇസ്ലാമിന്റെ പ്രകാശം കടന്നെത്തിയത് ഹൃദയങ്ങളിലേക്കാണ്. ആ ഹൃദയത്തിലുള്ള പ്രകാശത്തെ ഇന്നും അവർ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഇന്നും അതിനെ ആ വിശ്വാസം, ആ ആദർശം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് അവർ കൊണ്ടു നടക്കുന്നു എന്നതിന്റെ തെളിവാണ് അവർ ഇപ്പോഴും അവിടെ നിന്നൊക്കെ ഈ പിന്നെ ഇത്തരം തീർത്ഥാടനത്തിനൊക്കെ ആയിട്ട് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ വാളുകൊണ്ടാണ് ഇസ്ലാം പ്രചരിച്ചത് എന്നുള്ളത് ഏറ്റവും ഒരു ഒരു കുപ്രചരണം മാത്രമാണ്. മറിച്ച് അത് ഇസ്ലാം എത്തിച്ചേർന്നത് ഈ ഹൃദയസ്പർശിയായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു വശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് മക്കയിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ സവാലിൽ അർള ഫറഅയ്തു മശാരിഖഹ വ മഗാരിബഹ ഫഇന്ന ഉമ്മത്തി സയബ്ലുഗു മുൽക്കഹ എന്ന് പറഞ്ഞിട്ട് ഒരു നീണ്ട ഹദീസ് ഉണ്ട്. അതിൽ അള്ളാഹിന്റെ റസൂൽ പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു, ഭൂമി മുഴുവൻ കാണിച്ചു തന്നു. ഫറഅയ്തു, അപ്പൊ ഞാൻ കണ്ടു, മശാരിഖഹ വ മഗാരിബഹ, ആ ഭൂമിയുടെ കിഴക്കേറ്റവും പിന്നെ പടിഞ്ഞാറേറ്റവും ഞാൻ കണ്ടു. രണ്ട് പ്രദേശങ്ങളും ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം അങ്ങനെ പ്രചരിക്കുന്നത് ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഫഇന്ന ഉമ്മത്തി, എന്നിട്ട് എൻ്റെ സമുദായം ഇങ്ങനെ വികസിക്കുന്നതും അവരുടെ ആധിപത്യം ഇങ്ങനെ എല്ലായിടത്തേക്കും വിശാലമാകുന്നതും ഒക്കെ ഞാൻ കണ്ടു എന്ന് അള്ളാഹുവിന്റെ റസൂൽ മക്കയിലിരുന്നിട്ടാ പറയുന്നത്, മദീനയിൽ വെച്ചല്ല. മക്കയിലിരുന്ന് അത് പറയുമ്പോൾ ഇസ്ലാം എങ്ങനെയാണ്? വളരെ ശുഷ്കിച്ച അവസ്ഥയിലാണ്, വെറും വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രം ഇസ്ലാം സ്വീകരിച്ച ഒരു അവസ്ഥയിലാണ് അത് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി അള്ളാഹുവിന്റെ പ്രത്യേകമായ കഴിവ് കൊണ്ട് അള്ളാഹു അവൻ അവന്റെ തന്നെ ഒരു ഉദ്ദേശപ്രകാരം, അവന്റെ തന്നെ നിശ്ചയപ്രകാരം സംഭവിച്ച ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ പറയുന്ന ആയത്തില് വമാ അർസൽനാ മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം, മൂന്ന് സംഗതിയുള്ളത്. ഒന്ന് റിജാല് എന്ന് പറയുന്ന മെൻ, ആളുകള്. രണ്ട് നൂഹി ഇലൈഹിം, നാം അവർക്ക് വഹി നൽകി എന്നുള്ളത്. മൂന്ന് മിൻ അഹ്ലിൽ ഖുറ, ഗ്രാമവാസികൾ, തദ്ദേശവാസികൾ, പ്രദേശവാസികൾ എന്ന് പറയുന്ന സംഗതി. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മിൻ അഹ്ലിൽ റിജാലം മിൻ അഹ്ലിൽ ഖുറ, നടുക്കുള്ളത് യൂഹ, അത് നമുക്ക് മാറ്റിവെക്കാം. റിജാലം മിൻ അഹ്ലിൽ ഖുറ, തദ്ദേശീയരായിട്ടുള്ള മനുഷ്യർ. ആ മനുഷ്യരാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവരെന്തല്ല, മാലാഖമാരല്ല, അവരൊരു എലീറ്റ് ക്ലാസ് അല്ല, മറിച്ച് അവർക്ക് അറിയുന്ന, അവർക്ക് പരിചയമുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല എന്താ പറയാ, നമ്മളിപ്പോ ഇന്നത്തെ കാലത്ത് പൊളിറ്റീഷ്യൻസ് പലപ്പോഴും പറയാറില്ല, ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ്, ഞാൻ വോട്ട് കിട്ടാൻ വേണ്ടി പറയാറുണ്ടല്ലോ. എന്തിനാ അങ്ങനെ പറയണ? ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണെന്ന് പറയണത് എന്തിനാ? ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടി. ഞാൻ ചായ വിറ്റ് നടന്ന ആളാണെന്ന് പറയണല്ലേ നമ്മുടെ ആള്, എന്തിനാ അങ്ങനെ പറയണ?
എന്തിനാ അങ്ങനെ പറയണം? അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഒരു കണക്ഷൻ വരും. ആ കണക്ഷൻ വരും എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് എന്ന്. ആ അർത്ഥത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത്. ഇപ്പൊ നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആടിനെ മേയിച്ച അല്ലെ, ആടിനെ മേയിച്ച് നടന്നിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടിനെ മേയിച്ച് നടന്ന ആള് ഒരു മിക്കവാറും എല്ലാ പ്രവാചകന്മാരുടെ ഒരു സ്വഭാവ സവിശേഷതയാണ് അവരൊക്കെ ആട്ടിടയന്മാരായിരുന്നു എന്നുള്ളത്. എന്തുകൊണ്ടത്? ആട്ടിടയന്മാർക്ക് ഒരു പ്രത്യേകമായിട്ട് ഒരു കഴിവുണ്ടാവും, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും. അതെന്താ? ആളുകളെ മേയ്ക്കാൻ. ആടുകളെ മേയിച്ച ഏറെക്കുറെ അതേ പോളിസിയാണ്, അല്ലെങ്കിൽ ഏറെക്കുറെ അതേ തത്വങ്ങളാണ് ആളുകളെ മേയ്ക്കാനും വേണ്ടത്. ആളുകളെ നയിക്കാനും അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനും ഒക്കെ വേണ്ടത് അതാണ്. അപ്പോൾ നിങ്ങളെപ്പോലത്തെ നിങ്ങളുടെ നാട്ടിലെ നിങ്ങൾക്കറിയുന്ന ആളുകൾ തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ. അതെന്താണ്? യൂഹ ഇലൈഹിം അല്ലെങ്കിൽ നൂഹി ഇലൈഹിം. അവർക്ക് നാം ഒരു പ്രത്യേകമായിട്ടുള്ള വഹി നൽകി, സന്ദേശം നൽകി. ആ സന്ദേശം എന്താ? ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ജീവിതം, മരണം, മരണത്തിന് ശേഷം എന്ത്, ജീവിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ റബ്ബിനെ കണ്ടെത്തണം, ഈ സംഗതിയാണ്. അതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. മിൻ അഹ്ലിൽ ഖുറ എന്ന് പറയുന്ന സംഗതിയോട് ബന്ധപ്പെട്ടതാണ് നൂഹി ഇലൈഹിം എന്നുള്ളത്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെപ്പോലെയുള്ള നിങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള ആളുകളെയാണ് ഞാൻ പ്രവാചകനായി അയച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ വ്യത്യാസം, ഞാൻ അവർക്ക് ദിവ്യബോധനം നൽകുന്നു, വഹി നൽകുന്നു. ആ വഹീന്റെ ഉദ്ദേശം എന്താ? ആ വഹീന്റെ ലക്ഷ്യം എന്താ? നിങ്ങൾക്ക് സന്മാർഗം കാണിച്ചു തരണം, നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴി കാണിച്ചു തരണം. അതും ഫോർ യു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നതാണ് ആ വാചകത്തിന്റെ ഉദ്ദേശം. ഓക്കെ, അത്രയും മതി അതിനെക്കുറിച്ച്. ഇനി അഫലം യസീറു ഫിൽ അർള്, അവര് ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ? ലം യസീറു എന്നാണ്, സഞ്ചരിച്ചിട്ടില്ലേ എന്നുള്ള അർത്ഥത്തിലാണ്, മാളിയാണ്. ലം വന്നു കഴിഞ്ഞാൽ മാട അതേ അർത്ഥമാണ്, മാളി പാസ്റ്റ് ടെൻസിനെ കുറിക്കുന്നത്. അഫലം യസീറു ഫിൽ അർള്, അവർ ഭൂമിയിൽ സഞ്ചരിച്ചിട്ടില്ലേ? ഫയന്തുറു, എന്നിട്ട് അവർ നോക്കുന്നില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പുള്ള ആളുകളുടെ പരിണതി. ആഖിബത്തിനെ കുറിച്ച് ഞാൻ പറയാം. അതെങ്ങനെയായിരുന്നു എന്ന്, അതായത് അവർ ഏത് അവസ്ഥയിലാണ് എത്തിപ്പെട്ടത് എന്ന് അവർ നോക്കുന്നില്ലേ? ഇപ്പോൾ മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ, അവരാണല്ലോ ഇത് ശരിക്കും അഭിസംബോധന ചെയ്യുന്നത്. അവർ പോയിട്ടുണ്ടായിരുന്നു, ഈജിപ്തിൽ പോയിട്ടുണ്ട്, അവിടെ പിരമിഡ് കാണാം അവർക്ക്. അതുപോലെ തന്നെ അവര് പിന്നെ ആദ് സമൂഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവരുടെ നാട്ടിൽ തന്നെ ഉണ്ട്. സമൂദ് ഗോത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ലൂത്ത് നബിയുടെ സമുദായം നശിപ്പിക്കപ്പെട്ട അല്ല ചാവുകടല് അവരുടെ അടുത്തുണ്ട്. ഇങ്ങനെയൊക്കെ അവരുടെ മുമ്പിലുണ്ട്. റോമക്കാര് അത്തരം സംഗതികൾ അവിടുത്തെ വലിയ വലിയ ഇപ്പം അങ്ങനെ ഒരുപാട് അവശിഷ്ടങ്ങൾ, ആളുകൾ പിന്നെ കഴിഞ്ഞു പോയ നാഗരികതകളുടെ അവശിഷ്ടങ്ങൾ അവർക്ക് കാണാൻ പറ്റും. അതൊക്കെ അവർ ചോദിക്കുന്നില്ല, അവർ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. എന്താണത്, എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഈ ഇത്രയും വലിയ ഇപ്പൊ ആദ് സമൂഹത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കി, എത്രയും വളരെ സ്ട്രോങ് ബിൽറ്റ് ബോഡിയായിരുന്നു. മലകൾ പോലെ, മലകൾ തുരന്നിട്ട്, അന്നത്തെ കാലത്ത് ഈ എഞ്ചിനീയറിംഗ് പവറൊന്നും അത്ര വികസിക്കാത്ത ഒരു കാലത്ത് മലകൾ തുരന്ന് വീടുണ്ടാക്കിയ ആളുകൾ. ഫിറഔനാകട്ടെ ലോകത്ത് മുഴുവൻ അന്നത്തെ ലോകം അങ്ങനത്തെ, ചരിത്രം അങ്ങനത്തെ ഒരു സ്വേച്ഛാധിപതിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അവർക്ക് എന്താ സംഭവിച്ചത്? അത് നിങ്ങളൊന്ന് ആലോചിക്കുന്നില്ല? എങ്ങനെ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടു, അല്ലെങ്കിൽ അവർ പിന്നെ ഈ ഒരു പരിണതിയിൽ അവർ എങ്ങനെ എത്തിച്ചേർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നതാണ് ചോദിക്കുന്നത്. ലോകം മുഴുവൻ കീഴടക്കി ഭരിച്ചിരുന്ന ആളുകളാണല്ലേ അത്. ഇപ്പോഴും അങ്ങനെയല്ലേ? ഇപ്പോഴും നമ്മൾ കുറച്ച് മുമ്പത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്നു അല്ലെ? സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം. ഇന്ന് അതിന്റെ അവസ്ഥ എന്താ അല്ലെ? 10-200 കൊല്ലം നമ്മുടെ ഇന്ത്യയൊക്കെ അടക്കി ഭരിച്ച ഒരു സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വം. പക്ഷെ ഇപ്പോ അവർക്ക് ഒരു പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യ എന്നുള്ള ഒരാൾ തന്നെ പോകേണ്ടി വന്നു, ഇടയ്ക്കൊരു ഘട്ടത്തിലാണെങ്കിലും. പക്ഷേ ഇതുപോലെ ലോകത്ത് നാഗരികതകൾ ഇങ്ങനെ തകരുകയും അത് വീണ്ടും അടുത്തൊരു വേറെ ശക്തികൾ വരികയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു സംഗതി എന്താ? ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, എങ്ങനെയാണ് ഇവർ ഈ അവസ്ഥയിൽ എത്തിപ്പെട്ടത്? എങ്ങനെയാണ് ഇവർ നശിച്ചു പോയത്? മനസ്സിലായി? ഈ ജീവിതത്തിൽ ഇങ്ങനെ അഹങ്കരിക്കാൻ എന്താണ് മനുഷ്യന് ബാക്കിയുള്ളത്? ഇതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ച് മക്കക്കാരോട് അള്ളാഹു പറയാണ്,
ഇത്രയും ശക്തരായിട്ടുള്ള മനുഷ്യന്മാർ വരെ നശിച്ചുപോയി. പിന്നെ നിങ്ങൾക്ക് എന്താണ് അഹങ്കരിക്കാനുള്ളത്? ഈ പ്രവാചകന്റെ സന്ദേശത്തിൽ വിശ്വസിക്കാതെ നിങ്ങൾക്കെങ്ങനെ അവിശ്വസിക്കാൻ സാധിക്കുന്നു? ഇപ്പൊ ചില ആളുകൾ അഹങ്കരിക്കുന്നുണ്ടാകാം അല്ലെ? ഇപ്പൊ ഞാൻ അധികാരമേറ്റപ്പോ ജനുവരി 20 ഞാൻ അധികാരമേറ്റപ്പോ അമേരിക്കയുടെ ദ ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ബിഗിൻസ് നൗ എന്ന് പറഞ്ഞ ആള് കേവലം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോ അവിടുത്തെ 63% ആളുകളും അയാൾ വെറുക്കുന്ന ആളായിട്ട് മാറി. ഇപ്പൊ തന്നെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണാണ്. കാരണം എന്താ? താരിഫാണ് പോലും. റെസിപ്രോക്കൽ താരിഫ്, പകരച്ചുങ്കം. ഒരു ഇത്രയും ബുദ്ധിയില്ലാത്തൊരു പണി ചെയ്യാൻ അരോഗൻസ് ആണ് അയാളെ നയിക്കുന്നത്. അപ്പൊ ഈ അരോഗൻസ് കാണുമ്പോൾ, ഇത്തരം സംഗതികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത്തരം അരോഗൻസ് ആണ്, ഇത്തരം അഹങ്കാരങ്ങളാണ് കഴിഞ്ഞു പോയ സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കാൻ അള്ളാഹു ആരോട് പറയാണ്? മക്കാ മുശ്രിക്കുകളോട് പറയാണ്. ഒരർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകളോടാണ് പറയുന്നതെങ്കിലും ഈ ഖുർആൻ അത് അങ്ങനെ ലോകത്ത് മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അതാണ്, നിങ്ങൾക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, മൻകാന ഫി ഖൽബിഹി മിസ്കാലു ഹബ്ബത്തിൻ മിൻ 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 കിബ്രിൻ ഫലാ യദ്ഖുലുൽ ജന്ന. അല്ലെ? ആരുടെങ്കിലും ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരം ഉണ്ടോ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് പറയുന്നുണ്ട് റസൂല്. കാരണം എന്താ? ഈ അഹങ്കാരം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും അധികം വഞ്ചിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്നത്തെ കാലത്ത് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നു. ആളുകൾ ഇതിന്റെ ഏറ്റവും ഐറണി എന്താന്ന് വെച്ചാൽ, നമ്മളൊക്കെ യാത്ര പോകാറുണ്ട് അല്ലെ? പല സ്ഥലത്ത് യാത്ര പോകും. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ റോമിൽ പോയിരുന്നു. ഞാനും കുറച്ച് സുഹൃത്തുക്കളൂടി. അപ്പോൾ അവിടെ റോമിൽ ഒരു വലിയ കൊളോസിയം ഉണ്ട് അല്ലെ? ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ള കൊളോസിയം. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആളുകൾ എന്താ ചെയ്യുക? അതുപോലെ അല്ലെങ്കിൽ ഈജിപ്തിൽ പിരമിഡ്, നേരത്തെ പറഞ്ഞ ജോർദാനിലൊക്കെയാണ് പോകണമെങ്കിൽ ചാവുകടലിന്റെ ഒക്കെ അവിടെയൊക്കെ പോയിട്ട് ഇപ്പോഴത്തെ ആളുകളുടെ സ്വഭാവം എന്താ? സെൽഫി എടുക്കുക, റീൽസ് എടുക്കുക, എന്നിട്ട് അത് സോഷ്യൽ മീഡിയയിൽ പരത്തുക. പക്ഷെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ, പിരമിഡ് ആകട്ടെ, കൊളോസി ആകട്ടെ, താജ്മഹൽ ആകട്ടെ, അല്ലെങ്കിൽ എവിടെയാകട്ടെ, നിങ്ങൾ പോകുമ്പോൾ ചിന്തിക്കേണ്ടത്, ഇതൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, ഇതൊക്കെ ഈ പരിസരത്തൊക്കെ വസിച്ചിരുന്ന ആളുകൾ, ഇതിന്റെയൊക്കെ ഓണർമാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അവരെങ്ങനെ നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെങ്ങനെ നശിച്ചുപോയി? മനുഷ്യരുടെ മോർട്ടാലിറ്റിയെക്കുറിച്ച്, മനുഷ്യരുടെ നശ്വരതയെക്കുറിച്ച്, മനുഷ്യ ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഗതിയാണ് ഈ സംഗതികളൊക്കെ. പക്ഷേ നമ്മുടെ ഐറണി എന്താ? നമ്മൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുത്ത് അതായത് അള്ളാഹുവിന്റെ ആയത്തുകളുടെ അടുത്ത് പോയി നിന്നിട്ട് പോലും നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനൊരു എന്റർടൈൻമെന്റ് ആയിട്ട് കാണുന്ന ആളുകളായിട്ട് നമ്മൾ മാറി. ടൂറിസം എന്ന് പറയുന്നത് വേണ്ടാന്നല്ല പറയുന്നത്. ടൂറിസം വേണം, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിലായിരിക്കണം ടൂറിസം. അഫലം യസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കണം. ഫയന്ദുറു, എന്നിട്ട് നോക്കണം. കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, നമുക്ക് മുമ്പുള്ളവര് വിട്ടേച്ചു പോയത്, അവരുടെ പരിണതി എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന ടൂറിസമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടൂറിസത്തിന്റെ ഒരു ഫിലോസഫി നമ്മൾ മാറ്റണം. ഫൺ ആകാം, എന്റർടൈൻമെന്റ് ആകാം, അതൊക്കെ അതിന്റെ പരിധിക്ക്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നാടുകളിൽ സഞ്ചരിക്കുമ്പോൾ, ഒരു രാജ്യത്ത് നമ്മൾ പോകുമ്പോൾ, ആ രാജ്യത്തിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹിസ്റ്ററി ഇസ് ദ ബെസ്റ്റ് ടീച്ചർ അല്ലെ? ഹിസ്റ്ററി ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാണ്. ചരിത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകൻ. ഏറ്റവും നല്ല അധ്യാപകൻ ചരിത്രമാണ്. ചരിത്രം കുറച്ച് നോളജ് അല്ല. ഇവിടെ ആര് ജീവിച്ചിരുന്നു, അത് എത്രാമത്തെ വയസ്സ്, ഏത് വർഷത്തിലാണ് ജീവിച്ചത്, ഏത് വർഷത്തിൽ മരിച്ചു, ഇങ്ങനെയുള്ളതല്ല ചരിത്രം. ചരിത്രം എന്ന് പറയുന്നത് ആ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു, അവരെങ്ങനെയാണ് അവരുടെ നാശത്തിലേക്ക് നടന്നെടുത്തത്. ഇനിയിപ്പോ ഒരു നല്ല സമുദായം തന്നെ ആയിരുന്നെങ്കിലും അവരും മരിച്ചുപോയല്ലോ. ഇപ്പൊ മരണത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു സംഗതിയാണ് എന്ത്? ചരിത്രം. അപ്പൊ ആ അർത്ഥത്തിൽ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഇതിന് തൊട്ട് മുമ്പത്തെ പാസേജിൽ നമ്മൾ വായിച്ചല്ലോ, കയ്യിമിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമുറൂന അലൈഹ, അള്ളാഹുവിന്റെ ആയത്തുകളെ അവരിങ്ങനെ കടന്നു പോകുന്നു, പക്ഷെ വഹും അൻഹാ മുഅ്രിദൂൻ, അവരതിനെ അവഗണിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. നമുക്ക് ഏത് രാജ്യത്തും പോവാം. മലേഷ്യ പോയിക്കോ, ഇന്തോനേഷ്യ പോയിക്കോ, ജോർദാനിൽ പോയിക്കോ, ഇറ്റലിയിൽ പോകാം, അമേരിക്കയിൽ പോകാം, UK പോകാം. എവിടെ പോകുമ്പോഴും അള്ളാഹുവിന്റെ ഭൂമിയാണ് എന്നുള്ള നിലക്ക് പോവുകയും
അവിടെ മനുഷ്യന്മാരെ കാണുമ്പോൾ, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അവരുടെ നേട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, ഇതൊക്കെ അള്ളാഹുവിന്റെ ആയത്തുകളായിട്ട് കാണണം. ആ ആയത്തുകളെ വെറും ഒരു ജോക്കായിട്ട് കാണരുത്, ഒരു തമാശയായിട്ട് കാണരുത്. കാരണം അങ്ങനെ തമാശയായിട്ട് കണ്ടാൽ എന്താ സംഭവിക്കുക? ഈ ആയത്തുകളെ നമ്മൾ വിസ്മരിച്ചാൽ, ഈ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ആയത്തുകളുടെ ഖുർആാനിനെയും നമ്മൾ വിസ്മരിക്കും. കാരണം ഒരായത്തിനെ നമ്മൾ വിസ്മരിച്ചാൽ മറ്റേ ആയത്തിനെ വിസ്മരിക്കാൻ വളരെ എളുപ്പമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഫയൻദുറു കൈഫ കാന ആഖിബത്ത്. ഇവിടെ ഏറ്റവും പ്രധാനം ഫയൻദുറു മാ കാന ആഖിബത്ത് എന്നല്ല പറയുന്നത്, മറിച്ച് പിന്നെന്താ പറയുന്നത്? കൈഫ കാന ആഖിബത്തുല്ലദീന മിൻ ഖബൽ. അതേതുപോലെ സൂറത്തുൽ ഫീലിൽ എങ്ങനെ അള്ളാഹു ചോദിക്കുന്ന അലം തറ മാ ഫഅല റബ്ബുക എന്നല്ലേ പറഞ്ഞത്? ആണോ? കൈഫ കൈഫ ഫഅല റബ്ബുക എന്നാ പറഞ്ഞത്. എങ്ങനെയാണ് നിന്റെ റബ്ബ് അസ്ഹാബുൽ ഫീലിനെ കൈകാര്യം ചെയ്തത്? എന്താ ചെയ്തെന്ന് ചോദിക്കുന്നില്ല, മറിച്ച് എങ്ങനെ കൈകാര്യം ചെയ്തു, എന്തുകൊണ്ട് അവരെത്തിപ്പെട്ടു. അപ്പോൾ വാട്ട് എന്നതിനേക്കാൾ അപ്പുറം വൈ അല്ലെങ്കിൽ ഹൗ എന്നത് ഇമ്പോർട്ടൻ്റ് ആകണം. അതാണ് ഹിസ്റ്ററി. ഹിസ്റ്ററി പഠിക്കുമ്പോൾ എപ്പോഴും ഹിസ്റ്ററിയിലെ ചരിത്ര സംഭവങ്ങൾ, ഇന്ന ദിവസം രണ്ടാം ലോക യുദ്ധം, ഇന്ന ടൈമിൽ ഒന്നാം ലോക യുദ്ധം, ഇന്ന ടൈമിൽ പിന്നെ വിയറ്റ്നാം അധിനിവേശം, ഇന്ന ടൈമിൽ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശം, ഇങ്ങനെ പഠിക്കുന്നതിന് പകരം എന്താണ് വാസ്തവത്തിൽ, എങ്ങനെയാണ് ആ സംഭവങ്ങൾ ഉണ്ടായത്, എങ്ങനെയൊക്കെയായി ആ സംഭവങ്ങളുടെ പരിണതി ആയി തീർന്നു. അവിടെയാണ് നമ്മൾ ഈ ആഖിബത്തിന്റെ ഒരു വിശദീകരണം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി. അഖബ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ അർത്ഥം അഖബുൽ ഖദം എന്ന അറബി പറഞ്ഞ അതിന്റെ അർത്ഥം ദ ലാസ്റ്റ് സ്റ്റെപ്പ് എന്നാണ്. അതായത് നമ്മൾ സ്റ്റെപ്പുകൾ ഇങ്ങനെ വെക്കുമല്ലോ, നമ്മൾ കാലുകൊണ്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ സ്റ്റെപ്പുകളിലെ ലാസ്റ്റ് സ്റ്റെപ്പിനെ പറയാം അഖബുൽ ഖദം എന്നാ പറയാം. അഖബ് കുല്ലു ഷൈ എന്ന് പറഞ്ഞ ഏതൊരു സംഗതിയെ കുറിച്ചും അതിനോട് അഖബ് ചേർത്ത് പറഞ്ഞ അതിന്റെ അർത്ഥം അതിന്റെ ഏറ്റവും അവസാനത്തേത് എന്ന അതിന്റെ അർത്ഥം. പിന്നെ അഖബു സാഖൈനി, നമ്മുടെ കാലിന്റെ ഈ മടമ്പ് കാലുണ്ടല്ലോ, അതിന്റെ ഏറ്റവും അവസാനത്തെ ബോണിന്, എല്ലിന് പറയുന്ന പേരാണ് അഖബു സാഖൈനി. പിന്നെ ഉഖബത്തുൽ ഖിദ്ർ എന്ന് പറയും. നമ്മൾ ചട്ടിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് മസാലയൊക്കെ ഇട്ട് വയറ്റി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പിടിച്ചിരിക്കുന്ന ഒരു സംഗതി ഉണ്ടാവുമല്ലോ. ചിലപ്പോഴൊക്കെ തീ കൂടിപ്പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അടുപ്പത്ത് എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ തിരിയുമ്പോൾ കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും നന്നായിട്ട് അറിയാലോ അല്ലെ? അതിനെ കുറിക്കാൻ പറയുന്നത് അഖിബത്തുൽ ഖിദ്ർ എന്നാ പറയാം. അതിന്റെ അടിയിൽ പിടിച്ചിരിക്കുന്ന സംഗതി, അതിന്റെ അവസാനം. ഉഖുബ എന്ന് പറയും ഒരു അതേപോലെ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഏറ്റവും അവസാനം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഗതി. അൽ അഖബ എന്ന് പറയും ഒരു നീണ്ട മലനിര. ഇപ്പോ ഇതിൽ പറയുന്നില്ല സൂറത്ത് ബലദില് എന്താ പറയുന്നത്? അൽ ഉഖബ അല്ലെ, അവർ ഗിരിമാർഗം താണ്ടി കിടക്കുന്നില്ലേ? മൽ അഖബ ഒമാ അദ്റാക മൽ അഖബ അല്ലെ? അതെങ്ങനെയാണ്? ജബലു തവീൽ, ഒരു പർവ്വതം. ആ പർവ്വതത്തിന്റെ മുകളിൽ എത്തുമ്പോൾ കാണാൻ അടുത്തത്, അവിടെ എത്തി അതാണ് അവസാനം എന്ന് വിചാരിക്കുമ്പോൾ അതിന്റെ അടുത്തത്, അങ്ങനെ നീണ്ടു പോകുന്ന പർവ്വത വഴികൾക്ക് പറയുന്ന പേരാണ് അൽ അഖബ. ഒരു സംഗതിയുടെ ആഖിബത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആഖിർ, അതിന്റെ ഏറ്റവും അവസാനം. അഖ്ബു ഷഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മന്ദന്റിൽ ഒരു സംഗതി എത്തുക. അഖ്ബുൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ തന്നെ തലമുറകൾ, കുട്ടികൾ, ചിൽഡ്രൻസ്, അങ്ങനെ അതിന് പറയുന്ന പേരാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന സംഗതി വെച്ചാൽ അഖബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ആഖിബത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്താൽ അതിന്റെ അവസാനം വരുന്ന സംഗതി. ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ആഖിബത്തുല്ലദീന മിൻ ഖബലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ അവസാനത്തെ അവസ്ഥ എന്തായിരുന്നു, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു വാക്കുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു അതാണ് പഠിക്കേണ്ടത്. ബ്രിട്ടീഷുകാർ ഇന്ത്യ കീഴടക്കി, ബ്രിട്ടീഷുകാർ വേറെ ലോകം കീഴടക്കി. ആ കീഴടക്കിയ ചരിത്രമൊക്കെ ആയിക്കോട്ടെ, നെപ്പോളിയൻ, അലക്സാണ്ടർ, ചെങ്കിസ് ഖാൻ, ഇവരൊക്കെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ. പക്ഷെ അവസാനം അവർക്ക് എന്ത് സംഭവിച്ചു? ഫിർഔൻ എന്ത് സംഭവിച്ചു? നമ്രൂദ്, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ, ഇങ്ങനത്തെ ഏകാധിപതികൾ. ഇതെന്തിനാ പ്രധാനം? ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? നിലവിലുള്ള ലോക സംഭവങ്ങളെ നമ്മൾ അവസാനമായി കാണൂല എന്നുള്ളതാണ് അർത്ഥം. ഇസ്രായേല് ഗസയില്
ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം മാത്രം 1500 കുട്ടികളെ കൊന്നു എന്നാ പറയുന്നത്. കഴിഞ്ഞ ഈ പിന്നെ സീസ് ഫയർ കഴിഞ്ഞതിന് ശേഷം വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുന്നു. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ട് പടച്ചോൻ ഇടപെടുന്നില്ല? മത്താ നസ്റുള്ള, അള്ളാന്റെ സഹായം എപ്പോഴാണ്? അവിടെയാണ്. ഇതിനാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്, നിങ്ങൾ കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രം നോക്കൂ. ഗുജറാത്ത് കലാപം നടന്നു. ആ കലാപം ഉപയോഗപ്പെടുത്തിയിട്ട് ഭരണവും അധികാരവും ഒക്കെ എടുത്തിട്ട് ഇപ്പൊ വഖഫ് ബില്ലിൽ എത്തി നിൽക്കുന്നു. നമ്മുടെ മുഴുവൻ സ്വത്തും, മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ സ്വത്തും, നമ്മുടെ അസ്തിത്വം ഒക്കെ തകർത്തെറിയാൻ കണക്കാക്കുന്ന ഈ ഒരൊറ്റ നിയമം മാത്രമല്ല, ഇനിയും ഒരുപാട് നിയമങ്ങൾ വരാനുണ്ട്, വരാനിരിക്കുന്നേ ഉള്ളൂ. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. നമ്മൾ ചെയ്യേണ്ട കുറെ സംഗതി ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വേറെ പറയാം. അപ്പോ ആ ഇതൊക്കെ കാണുമ്പോൾ, ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ് അള്ളാഹു പറയുന്നത്, അഫലം യസീറു ഫിൽ അർദ് ഫയൻദുറു കൈഫ കാന ആഖിബത്തു. ഇങ്ങനത്തെ നിയമങ്ങൾ പാസ്സാക്കിയവരും, ഇങ്ങനത്തെ നടപടികൾ എടുത്തവരും, ഇങ്ങനത്തെ യുദ്ധം നയിച്ചവരും, ഇങ്ങനെ മനുഷ്യരെ കൊന്നവരും, അവർക്കൊക്കെ എന്താ സംഭവിച്ചത്, അതെങ്ങനെ സംഭവിച്ചു, എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ പഠിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളെ വിശകലനം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അതിനാണ് ആഖിബത്തിന്റെ അർത്ഥം ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞത്. ഒരു സംഭവമല്ല, ആ സംഭവത്തിന്റെ പരിണതി എങ്ങനെയായിരുന്നു എന്നത് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കണം എന്നതാണ് ഏറ്റവും ഇതില് പ്രധാനം. വരുമോ അഖബ ഉടമ്പടി, അതിന്റെ വാക്ക് ഈ വാക്കും തമ്മിൽ യോജിപ്പുണ്ടോ? അഖബ അവിടെ ഒരു ശരിക്കും സ്ഥലമാണ്, സ്ഥലത്തിന്റെ പേരാണ് ഓക്കെ. അഖബയുമായിട്ട് ആ സ്ഥലത്ത് വെച്ച് നടന്ന ഉടമ്പടി എന്നുള്ള നിലക്കാണ് അഖബ പറയുന്നത്. പക്ഷെ ആ സ്ഥലത്തിന് ആ പേര് വന്നതിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം, ഈ പറഞ്ഞ മീനിങ്ങിൽ ഉണ്ടാകാം കേട്ടോ. ഓക്കെ, എന്നിട്ട് അള്ളാഹ് പറയുന്നത് എന്താണെന്ന് അറിയോ? ഈ കഴിഞ്ഞു പോയ സമുദായങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയുന്നത്, വല ദാറുൽ ആഖിറ, പരലോക ഭവനമാണ്, ഖൈറുൽ ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും നല്ലത് അന്തിമമായ ഭവനം അതാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല ടൈപ്പ് ആളുകളുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് സെക്യുലർ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടല്ലോ, അതിലൊക്കെ ഹി വെൻ ടു ഹിസ് ഫൈനൽ റെസ്റ്റിംഗ് അബോർഡ് എന്നൊക്കെ പറഞ്ഞു, അല്ല അങ്ങനത്തെ മെസ്സേജ് കാണാം. അയാളുടെ അന്തിമ വിശ്രമ സ്ഥലത്തേക്ക് പോയി, അത് ഖബറിലേക്ക് പോയതിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ കരിച്ചു കളയനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഫൈനൽ റെസ്റ്റിംഗ് അബോർഡ് എന്ന് പറയുന്നത് മരണത്തിന് ശേഷമുള്ള ഖബറല്ല, മറിച്ച് ദാറുൽ ആഖിറ, പരലോകമാണ്. അള്ളാഹുവിൻ്റെ ഈ മരണത്തിന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ ഒരു ലോകം വരാനുണ്ട്. ആ ലോകമാണ് ഖൈറുൻ ലില്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പരലോകത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഖൈറുൻ വ അബ്ഖ. ഖൈറുൻ വ അബ്ഖ എന്താ അതിൻ്റെ അർത്ഥം? ഖൈറ് എന്നെന്നും അവശേഷിക്കുന്നത്, ബെറ്റർ ആണ്, വ അബ്ഖ എവർ ലാസ്റ്റിംഗ് ആണ്. നമ്മൾ ദുനിയാവിൽ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്താ ചിന്തിക്കണം? ഒരു വാച്ച് വാങ്ങിക്കുമ്പോൾ എന്താ ചിന്തിക്കണം? ബെറ്റർ ആയിരിക്കണം, ലാസ്റ്റിംഗ് ആയിരിക്കണം, അല്ലെ? ഒരു വീട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? എല്ലാവരെക്കാളും നല്ല വീടായിരിക്കണം, ലാസ്റ്റിംഗ് ആയിരിക്കണം. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ചിന്ത എന്താ? ബെറ്റർ ആയിരിക്കണം, ലാസ്റ്റിംഗ് ആയിരിക്കണം. അതിനാണ് വാറണ്ടി ഒക്കെ നമ്മൾ വാങ്ങിക്കണം, അല്ലെ? ദുനിയാവിൽ നമ്മൾ ഏത് സംഗതി വാങ്ങിക്കുമ്പോഴും നമ്മുടെ ഡ്യൂറബിലിറ്റി നമ്മളൊരു പ്രശ്നമാണ്. എന്താ? ഇത് ലാസ്റ്റ് ചെയ്യണം. എന്നാൽ അതേ വാക്ക് ഉപയോഗിച്ചിട്ട് അള്ളാഹു നമ്മളോട് പറയണേ, നിങ്ങൾ ദുനിയാവ് വേണോ ആഖിറം വേണോ എന്ന ക്വസ്റ്റ്യൻ വരുമ്പോൾ ഖൈറുൻ വ അബ്ഖ, ബെറ്റർ ആൻഡ് എവർ ലാസ്റ്റിംഗ്, അങ്ങനത്തെ ഒരു ഭവനം ചൂസ് ചെയ്യണം. ഏറ്റവും നല്ലതുമാണ്, എന്നെന്നും അവശേഷിക്കുന്നുമാണ്. അതിനു വേണ്ടിയിട്ട് ആ സംഗതിയെ ഉപേക്ഷിച്ചിട്ട് ഇന്നത്തെ ഈ മോശമായ ഈ ജീവിതം മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കണം ഇവിടുത്തെ സംഗതികളൊക്കെ മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ഇത് വളരെ ചീപ്പാണ്, ഇത് വളരെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സംഗതിയാണ്, ക്ഷണികമാണ്. നമ്മളൊക്കെ മോർട്ടലാണ്, പെട്ടെന്ന് നശിച്ചു പോകും. വയസ്സായിക്കൊണ്ടിരിക്കുന്നു, വൃദ്ധന്മാരായിക്കൊണ്ടിരിക്കുന്നു, വൃദ്ധകളായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തീർന്നുകൊണ്ടിരിക്കുന്നു, ആരോഗ്യം നശിച്ചുകൊണ്ടിരിക്കുന്നു. പടച്ചോൻ എല്ലാവിധ മാരക രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷെ അതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പതുക്കെ പതുക്കെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അല്ല? എല്ലാറ്റിനും ഒരു അവധിയുണ്ട്. ആ അവധി എത്തുമ്പോൾ ലിക്കുല്ലിൻ അജൽ, എല്ലാറ്റിനും ഒരു അവധിയുണ്ട്. മുസമ്മ, അജുലൽ മുസമ്മ, നിർണിതമായ ഒരു അവധിയുണ്ട്. അത് എത്തുമ്പോൾ അത് അവശേഷിക്കും, അത് നശിക്കും. പക്ഷേ പരലോകം വല ദാറുൽ ആഖിറ,
പരലോകം ഖൈറുൻ ലില്ലദീന തഖവ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമം അതാണ്. എന്നിട്ട് അന്ന് ചോദിക്കണം അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഖല്, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അഖല് എന്നുള്ള പദം, അഖല, അഖലത്തിൽ മർഅതു ശഅറഹ എന്ന് പറയും. സ്ത്രീ, ഒരു പെണ്ണ് അവളുടെ മുടി കെട്ടിവെക്കുന്നതിന് പറയുന്നത് അഖലത്ത് എന്നാണ്. അറബികള് തലയിൽ കെട്ടുന്ന ആ സംഗതിക്ക് ഇഖാൽ എന്ന് പറയും. ഇപ്പൊ അവർ ഇഗാൽ എന്നാ പറയാ, പക്ഷെ അത് ലോക്കൽ ലാംഗ്വേജ് ആണ് ഇഖാല്. എന്തുകൊണ്ടാണ് അത് ഇഖാലായത്? പണ്ട് കാലത്ത് ഒരു കയറാണ് അവിടെ ഉണ്ടാവുക തലയിൽ. ആ കയറ് വെച്ചിട്ടാണ് അവർ ഒട്ടകത്തെ കെട്ടിയിടുക. അന്നത്തെ കാലത്ത് ഓട്ടോമാറ്റിക് ഡോറോ കീയോ ഒന്നും ഇല്ലല്ലോ. ഒട്ടകത്തെ എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് ഒട്ടകത്തിന്റെ പുറത്ത് വന്നിട്ട് അവിടെ ഇറങ്ങും. തലേന്ന് ഈ കയറഴിച്ചിട്ട് ഒട്ടകത്തെ കെട്ടിയിടും. പോകാൻ നേരത്ത് ആ കയറ് അഴിക്കും, അത് തലയിൽ കെട്ടും. അപ്പൊ ഡ്രസ്സ്, തലയിലത്തെ ഡ്രസ്സ്, ഹെഡ് ഡ്രസ്സ് പറന്നു പോകാതിരിക്കാനുള്ളൊരു ഉപകരണമാവും, ഒട്ടകത്തെ കെട്ടാനുള്ള കയറുമാവും. അതുകൊണ്ടാണ് ഇഖാല് എന്ന് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത് അക്കല്, അക്കല് നമ്മൾ അക്കൽ നെയ്യ് എന്ന് ഹിന്ദിയിൽ ഉറുദുവിൽ ചോദിക്കാറില്ല അല്ലെ? അക്കൽ നെയ്യ് അക്കൽ, അക്കൽ മന്തി എന്ന് പറയും അല്ലെ? അല്ലെ, ബുദ്ധിയുള്ള ആളെന്നുള്ള അർത്ഥം അക്കൽ ബന്തി അല്ലെ? അപ്പോ ഈ കെട്ടുന്നതും അക്കലുമായിട്ടുള്ള അതും ബുദ്ധിയായിട്ടുള്ള ബന്ധം എന്താ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം, നമ്മൾ എപ്പോഴാണ് പിന്നെ ചിന്തിക്കാതിരിക്കുന്നത്? നമുക്ക് പലതരത്തിലുള്ള വികാരങ്ങൾ ഉണ്ടാവും. ഒന്നുകിൽ ദേഷ്യം, ദേഷ്യം വരുമ്പോൾ നമുക്ക് ചിന്ത ഉണ്ടാവില്ല. പേടി, ഭയങ്കര പേടി ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല നമുക്ക്. സങ്കടം, വല്ലാത്ത സങ്കടമുള്ള സമയത്തും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമ്പൾസീവ് ആകുമ്പോൾ, പെട്ടെന്നുള്ള വികാരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കൂല. ചിന്തിക്കുന്ന ആളെപ്പോഴാ? ഈ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. ഇഫ് യു ക്യാൻ റെസ്ട്രെയിൻ യുവർ ഇമോഷൻസ്, ഇഫ് യു ക്യാൻ ടൈ യുവർ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾക്ക് കെട്ടിടാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അഖിൽ എന്നുള്ളത് ചിന്തക്ക് ഉപയോഗിച്ചത്. എത്ര മനോഹരമായ വാക്കാണ് നോക്കിയത്. അതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ മുമ്പ് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഈ ജാഹിൽ എന്ന് പറയുന്ന ആള്, ആക്കലിന്റെ ഓപ്പോസിറ്റ് ജാഹിലാണല്ലോ. ജാഹിലിന് എന്താ സംഭവിക്കുക? ജാഹില് അയാളുടെ ചിന്ത എന്താണോ, അല്ലെങ്കിൽ വികാരം എന്താണോ, ആ വികാരത്തിനനുസരിച്ച് പെരുമാറും. ദേഷ്യം വന്നാൽ ഷൗട്ട് ചെയ്യും, ഒച്ചെടുക്കും, തോന്നണതൊക്കെ ചെയ്യും. സങ്കടമാണെങ്കിൽ ആ സങ്കടത്തിൽ ഉറക്കെ അയാൾ പ്രതികരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. മറ്റെന്താണോ വികാരം അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അതാണ് ജാഹില്. പക്ഷെ ആക്കല് അയാളുടെ വികാരത്തെ കെട്ടിയിടുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വചനങ്ങളെ കുറിച്ച് അത് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ പറയുന്നത് അഫലാ തഅഖിലൂൻ, പരലോകത്തെ കുറിച്ച്, വലദാറുൽ ആഖിറത്തി ഖൈറുൽ ലില്ലദീന തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് പരലോകം ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് അഫലാ തഅഖിലൂൻ. നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ വികാരങ്ങളെ കെട്ടിയിടുന്നില്ലേ? എങ്കിൽ നിങ്ങൾക്ക് എന്താകും? കാര്യങ്ങളെ ഏറ്റവും നല്ല രൂപത്തിൽ ആലോചിച്ച് ഉറപ്പിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. നിങ്ങളുടെ തീരുമാനങ്ങൾ ഏറ്റവും വിവേകപൂർണ്ണമാകുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ വികാരങ്ങളെ, ഇമോഷൻസിനെ, സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, ദേഷ്യങ്ങളെ, കോപങ്ങളെ, അത്തരം പെട്ടെന്ന് ഒരു കാര്യം കാണുമ്പോൾ, മുമ്പിൽ കാണുമ്പോൾ അപ്പം പ്രവർത്തിക്കാൻ തോന്നുന്നു. ഇമ്പൾസീവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് പകരം അതിനെ കെട്ടിയിട്ടിട്ട്, അതിനെ നിയന്ത്രിച്ചിട്ട്, ഇപ്പം സ്റ്റീഫൻ കവിയുടെ ഒരു പുസ്തകമുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ. അതിൽ അദ്ദേഹം പറയുന്ന ഒന്നാമത്തെ ഹാബിറ്റ് പ്രോ ആക്റ്റീവ് എന്നാണ്. പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമുക്ക് മുമ്പിൽ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോട് ആരോ എന്തോ ചെയ്തു, നമ്മളിപ്പോൾ വണ്ടിയായിട്ട് പോകുമ്പോൾ നമ്മളൊരാൾ കട്ട് ചെയ്ത് പോയി. അപ്പോൾ പ്രതികരിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്യുന്നതിനാണ് അദ്ദേഹം പ്രോ ആക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഈ ശരിക്കും വാസ്തവത്തിൽ അതാണിത്. എന്ത് ചെയ്യുന്നതിന് മുമ്പും, ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും, ഏത് കാര്യങ്ങൾ ആലോചിച്ച് ഉറപ്പിക്കുന്നതിന് മുമ്പും ഒരു പോസ്, കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യുക. ആ ഒരവസ്ഥയ്ക്കാണ് അഖ്ല് എന്ന പദം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നത്. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമാൻ എന്ന് പറയുന്നത് സ്വന്തം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ കെട്ടിയിടുകയും ചെയ്യുന്ന ആളാണ്. അതാണ് ശരിക്കും ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിലോസഫി. അതാണ് എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ വേഴ്സ്റ്റ് സിന്നറായിട്ട്, ഏറ്റവും വലിയ പാപം ചെയ്യുന്ന ആളായിട്ട് ഖുർആൻ പരിചയപ്പെടുന്ന ഫുജ്ജാറാണ്. ഫാജിർ. ഫജറിന്റെ അർത്ഥം എന്താ? ഫജർ എന്ന് പറഞ്ഞ പ്രഭാതം അല്ലെ? ഫജർ നിസ്കാരം കേട്ടല്ലേ? അതിങ്ങനെ പൊട്ടി വിടരുന്നതിനാണ് അല്ലെ? ഒരു പ്രഭാതം പൊട്ടി വിടരുന്നു നമ്മൾ പറയാം. ഒരു ഫാജിർ എന്താ ചെയ്യുന്നത്? അയാളുടെ എല്ലാ വികാരങ്ങൾക്കനുസരിച്ചും അയാൾ അങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്യുക. എക്സ്പ്ലോഡ് ടു എവറി ഇമ്പൾസ്. അയാളുടെ എല്ലാ ഇമ്പൾസും, മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് അങ്ങോട്ട് ചെയ്യും.
അതിന് പകരം അതിനൊന്ന് നിയന്ത്രിച്ച് കെട്ടിയിട്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന ആളാണ് ആര്? ശരിക്കും ആഖില്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. നമ്മുടെ ചരിത്രം ഏറ്റവും നല്ല ടീച്ചറാണ്. ആ ടീച്ചറിനെ ഉൾക്കൊണ്ടുകൊണ്ട്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, ഇമോഷൻസിനെ നിയന്ത്രിച്ചുകൊണ്ട്, വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് പെരുമാറാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് പരലോക ഭവനം ഏറ്റവും ഉത്തമമാകുന്നത് എന്ന പാഠമാണ് ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കേട്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് അതാണ് ഇന്നത്തെ ഒരു ലാസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെക്കുറിച്ച് ഉണ്ടോ? ഇന്നെടുത്തതിനെ കുറിച്ച് ഇല്ല. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ഒരു പോയിന്റ് ചോദിച്ചോട്ടെ? ചോദിച്ചു പറയാം. അപ്പോ ഇതിൽ പറഞ്ഞല്ലോ പിന്നെ ഈ കറിയത്ത് പട്ടണത്തെ കുറിച്ച്, പിന്നെ ഈജിപ്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ തുടക്കത്തില്. ആ അപ്പൊ അത് പിന്നെ ഗ്രാമമാണോ പട്ടണമാണോ ടൗൺ ആണോ വലിയ ടൗൺ ആണോ എന്നൊക്കെ വിശദീകരിക്കണ്ടായി. അപ്പൊ ഓക്കെ. ഇതിൽ ഈ ഈജിപ്തിലെ പഴയ കാലത്തൊക്കെ ഇപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ടുള്ളത് വേറെ രാജ്യത്തു നിന്നാണ്, ഇന്നത്തെ ഫലസ്തീൻ വന്ന രാജ്യത്താണ്. ഞാൻ മനസ്സിലാക്കുന്നു ഫറോവൻ ഡൈനാസിറ്റിയും ആക്ച്വൽ ഈജിപ്ഷ്യൻസ് അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഈജിപ്തിൽ ത്രൂ ഔട്ടൊക്കെ ഈ വിദേശികൾ ഭരണം നടത്തിയിരുന്ന ഒരു രാജ്യമായിട്ട് ആണോ? ഈജിപ്റ്റ് ശരിക്ക് ആ അർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഈജിപ്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ക്ലിയോപാട്ര എന്ന് പറയുന്ന രാജ്ഞി അവിടെ ഭരണം നടത്തി. പിന്നെ ജൂലിയസ് സീസറിന്റെ കാലം, അതുപോലെ തന്നെ അത്തരം പല ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആകർഷണീയമായ സ്ഥലങ്ങൾ, നാഗരികതകളുടെ കേന്ദ്രങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ആക്രമിച്ച് കീഴടക്കുന്ന ഒരു ചരിത്രം അതിനുണ്ട്. അപ്പോ ധാരാളമായിട്ട് വിദേശികൾ കീഴടക്കിയ ഒരു സ്ഥലം തന്നെയാണ് ഈജിപ്റ്റ്. പക്ഷെ അതേ സന്ദർഭത്തിൽ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അന്നത്തെ കാലത്ത് ഒരു സ്ഥലവും ഒരു വിഭാഗത്തിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ നമ്മൾ ലോകത്തിന്റെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി ആകട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ചെങ്കിസ് ഖാൻ ആകട്ടെ, ഇവരൊക്കെ പടയോട്ടങ്ങൾ നടത്തും, വലിയ വലിയ പടയോട്ടങ്ങൾ നടത്തും. ആ പടയോട്ടങ്ങളിൽ അവർ കീഴടക്കുന്ന സ്ഥലം അവരുടേതാക്കി മാറ്റും. പിന്നെ അവിടുത്തുകാർ അവർ തന്നെയായി മാറും. വേറൊരു കൂട്ടർ പിന്നീട് വന്ന ആ സ്ഥാനത്ത് അതിനേക്കാളും വലിയൊരു സൈന്യമായിട്ട് വന്ന് അവർ കീഴടക്കും. പിന്നെ അത് അവരുടേതായി മാറും. അപ്പോൾ ഒരു സ്ഥലവും തദ്ദേശീയരെന്ന് പറയുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. ഇന്നിപ്പോ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയില് വിദേശികളാണല്ലോ കൂടുതൽ. അതായത് എമിഗ്രേഷനിലൂടെ വന്ന ആളുകളാണല്ലോ. ഈ പറഞ്ഞ ട്രംപ് ആകട്ടെ, എല്ലാവരും ആകട്ടെ, അവരുടെയൊക്കെ 2-3 തലമുറ അപ്പുറം എടുത്തു നോക്കിയാൽ അവരൊക്കെ കുടിയേറിയവരാണ്. നമ്മുടെ നാട് നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ആര്യന്മാര്, ദ്രാവിഡന്മാരൊക്കെ കുടിയേറി. അപ്പോൾ ഒരു കാലത്തും നമുക്ക് ഒരു രാജ്യത്തെക്കുറിച്ചും തദ്ദേശീയരെന്ന് പൂർണ്ണമായും പറയാൻ പറ്റുന്ന ഒരു രാജ്യവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് പഴയ കാലത്ത് അത് വളരെ കൂടുതലായിട്ട് അങ്ങനെയാണ് എന്നതിനാണ് മനസ്സിലാക്കാൻ പറ്റും. ബാറക്കല്ലാഹു ഫീക്കും. ഞാനത് ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ പിന്നെ ലക്ഷ്യം വെച്ചിരുന്നത് പിന്നെ കീറോയോ ഈജിപ്തൊക്കെ ആയിരുന്നെങ്കിൽ ആ കാലത്ത് അത്ര വലിയൊരു പട്ടണം ആയിരിക്കാം എന്നുള്ള ചിന്തയെന്നാണ് ഞാൻ പോയിന്റ് ചോദിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും? മീനിങ് വ്യത്യാസം വരുന്നില്ല അല്ലെ? മീനിങ് സെയിം തന്നെ ആയിരിക്കും അല്ലെ? അതായത് അവിടെ ഉദ്ദേശിക്കുന്ന തഖ്ലൂൻ എന്ന് പറയുമ്പോ നൂഹി ഇലൈഹിം എന്ന് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് അവരോട് അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ഒരു അവസ്ഥ. അഫലം യഖിലൂൻ എന്ന് പറയുമ്പോൾ അവർ, അതും ശരിക്കും വാസ്തവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനാണ് ഞാൻ ആദ്യം തന്നെ ആ ഇൽത്തിഫാത്തിന്റെ ഉദാഹരണം പറഞ്ഞത്. ആ ട്രാൻസിഷൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് സംസാരിക്കുന്നതെങ്കിലും അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? അന്നത്തെ നിലവിലുള്ള മക്കാ മുശ്രിക്കുകളെയും പ്ലസ് ഇതിനുശേഷം ഖുർആൻ വായിക്കുന്ന എല്ലാവരെയും കുറിച്ചാണ്. അപ്പോൾ മീനിങ്ങിൽ കാര്യമായ വ്യത്യാസം വരുന്നില്ല. പിന്നെ ആ ഒരു അഭിസംബോധനയെ കുറിച്ചുള്ള ഒരു കൃത്യമായ കൺസെപ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ? വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോകുന്ന വീഴ്ചകൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹു മർഹൂമ വജഅൽ من بعده تفرقا معصوما اللهم لا تجعل فينا ولا معنا شقيا ولا محروما اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا
اللهم آنس بالقرآن وحشتنا في القبور ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.